Harris & Co is a 100 crore company as of date. പണ്ട് നമ്മള് ബീച്ചില് വേറൊരു ഓഫീസിന്റെ ഒരു ടേബിൾ ആയിരുന്നു നമ്മുടെ 6 ആൾക്കാരായിട്ട്. Okay. അതേപോലെ ദുബായില് തുടങ്ങി ഞാൻ നമ്മള് Same history repeats again. How did you reach to Dubai? ദുബായിൽ ആക്ച്വലി നമ്മൾ ദുബായിൽ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു. അവിടെ പോയ ഉടനെ എല്ലാവരും ഈ ദുബായിൽ എത്തുമ്പോൾ മുതൽ ഇവരിങ്ങനെ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ ദുബായ് തുടങ്ങുന്നുണ്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഫോമോ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഏജൻസി ബിസിനസ് ആൻഡ് അഗെയിൻ ഇഫ് ഐ ഹാവ് ടു കം ബാക്ക്, ഇറ്റ്സ് എ വെരി പീപ്പിൾ ഡ്രിവൺ ബിസിനസ്. ഞാൻ എപ്പോഴും ഞാനൊക്കെ എപ്പോഴും പറയും, അതായത് ഇഫ് യു നീഡ് ടു ലീഡ് എ ഡിപ്പാർട്ട്മെന്റ്, നോളജിനേക്കാളും ഒരു പടി മുമ്പിൽ യു നീഡ് പീപ്പിൾ നോളജ് അല്ലെങ്കിൽ പീപ്പിൾ സ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും പറയും, വെനെവർ യു ഡിസ്കസ് വിത്ത് ദ ടീം, 70% നിങ്ങൾ എന്താ സംസാരിക്കാൻ വന്നത്, 20% യു ഓൾവേസ് ഷെയർ വിഷൻ. എന്ത് വിഷനാണോ നിങ്ങൾക്കുള്ളത് അതൊന്ന് 10% ഒരു ഹ്യൂമർ ഒന്ന് കളിച്ചിരിച്ച് ആ രീതിയിലുണ്ടാവും. ഇതെപ്പോഴും ബാലൻസ് ചെയ്യണം. നമ്മളെപ്പോഴും കാര്യങ്ങൾ മാത്രം സംസാരിച്ചിട്ട് വിഷൻ ഷെയർ ചെയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ ഗ്രോത്ത് ആയിട്ടുള്ള ആൾക്കാർ അവിടെ നിൽക്കൂല, ഉറപ്പായിട്ടും നിൽക്കൂല. ക്യാബിനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മിറർ ഉണ്ട്, വിഷൻ ബോർഡാ അല്ല വൈഫ് ഗിഫ്റ്റ് ചെയ്തതാണ്. ദിസ് മാൻ ബിൽഡ് എ 100 crore കമ്പനി എന്നുള്ള രീതിയിൽ. അത് വാല്യുവേഷനിലല്ല, നമ്മളെ റവന്യൂവിൽ മന്ത്ലി ഒരു 8 to 10 CR എത്താന്നുള്ളതാണ് നമ്മളെ ഗോള്. അപ്പം ഞാൻ എപ്പോഴും അവിടെ ക്യാബിൽ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ദിസ് മാൻ ബിൽഡ് 100 crore കമ്പനിയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ആവണം എന്നുള്ള രീതിയിലാണ്. നമുക്ക് സ്ഥിരമായിട്ട് ഇപ്പൊ ഒരു ആചാരമുണ്ട്, നമ്മൾ ആരാണ് ഏറ്റവും കൂടുതൽ കുഷപ്പ് അടിക്കാവുന്നത്. സിദ്ധാർത്ഥല്ലേ ജിമ്മിനും തായ് ഫിറ്റ്നസിനൊക്കെ പോകുന്ന പ്രശ്നം എന്താ അറിയോ, ഞാൻ ടെക്നിക്കലി ഇത് ചെയ്യുമോ ഞാൻ സാധാരണ തോൽക്കലാണ്. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. ഇത് മാമ പോവും. ഓക്കെ റെഡി? സ്റ്റാർട്ട്. 1 2 3 7 12 13 14 15 19 21 തോൽവി സമ്മതിച്ചു 22. ഓക്കേ ഹോസ്റ്റ് പ്ലീസ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇകോം ഷോ. കഴിഞ്ഞ പ്രാവശ്യം ഹാരിസ് വന്നിരുന്നു ഒരു കൊല്ലം മുമ്പ്. അന്ന് ഇല്ല ഹാരിസിൽ നിന്ന് ഒരു കൊല്ലത്തിന് ശേഷം ഹീ ഗ്രൂ forex. ആശ്ചര്യത്തിൻ്റെ കാര്യം പറയാം, ഹാരിസ് & Co is a 100 crore കമ്പനി ആസ് ഓഫ് ഡേറ്റ്. ഞെട്ടിയില്ലേ? ഞങ്ങളും ഞെട്ടി. ഹാരിസ്, വെൽക്കം ബാക്ക് ടു ദ ഷോ. ഗ്ലാഡ് ടു ബി ഹിയർ. ഈ ഇതൊന്നും ഇടണ്ട, കഴിഞ്ഞ പോഡ്കാസ്റ്റ് ടോപ്പ് 10 ഈ പോഡ്കാസ്റ്റ് ടോപ്പ് 5 എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ടോപ്പ് ആവട്ടെ, ഫസ്റ്റ് ആവട്ടെ. ഓക്കെ, നമുക്ക് കാണാത്തവർക്ക് നേരെ പോയിട്ട് ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ട് തിരിച്ചു വരിക. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ കഴിഞ്ഞ പോഡ്കാസ്റ്റിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ആ സമയത്ത് യു ആർ അറ്റ് 50 lakhs ഓഫ് മന്ത്ലി റവന്യൂ. ആ സമയത്ത് അക്കാഡമി ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഹാരിസ് & Co ഏജൻസി ഈസ് ഗോയിങ് ഗുഡ്. അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു ആ എപ്പിസോഡിന് ശേഷം? അതിനുശേഷം എനിക്ക് തോന്നുന്നു നമ്മൾ ഏജൻസിയിലാണെങ്കിൽ ഒരുപാട് സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടായി. ടീം സൈസ് നമ്മൾ അന്ന് എനിക്ക് തോന്നുന്നു 50-60 പീപ്പിളാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇന്ന് ഓൾ ടുഗെദർ വി ആർ അറൗണ്ട് 240 പീപ്പിൾ. പിന്നെ ഏജൻസി അലോൺ 103 to 105 പീപ്പിൾ. സോ യു ഗ്രൂ മോർ ദാൻ 3x ഒരു കൊല്ലം കൊണ്ട്. നമ്മൾ ദുബായിൽ സ്റ്റാർട്ട് ചെയ്ത്, അതാണ് മേജർ ഒരു ഇവൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അക്കാഡമി ആണെങ്കിൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്നുള്ളതിലുപരി നമ്മൾ ടെക്കിലേക്കും ഫിനാൻസിലേക്കും പിന്നെ ഡിസൈനിലേക്കൊക്കെ കുറച്ചും കൂടി ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് പോയി. ഏജൻസിയിൽ ഒരുപാട് സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടായി. ദുബായ് നമ്മളൊരു മെയിൻ മാർക്കറ്റായിട്ട് മാറി. ഏജൻസിയിൽ ഇപ്പോഴും ആ ചേഞ്ചസ് നടന്നുകൊണ്ടുണ്ട്. അതാണ് ഏജൻസീൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. യു വിൽ നെവർ ഫിഗർ ഔട്ട് ദ ഹോൾ. ബട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്ന വ്യക്തിയിൽ നിന്നുപരി അവിടെ ഒരു ടീം വന്നു ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം തിങ്സ് ആർ ഗോയിങ് ഗ്രേറ്റ്.
ദുബായ് ആണെങ്കിലും ഇറ്റ് വാസ് എ വെരി ഗുഡ് ഡെസിഷൻ ടു ബി ഇൻ ദുബായ്. ആക്സിഡൻ്റലി അവിടെ എത്തിയാണെങ്കിലും പക്ഷേ ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് അസ് ഇൻ എ ബിഗ് വേ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സ്ട്രക്ചറൽ ചേഞ്ചസ്. ഓക്കെ, നിങ്ങളെ ഓൺലൈൻ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ 50 വരെ എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പലരും നമ്മളടുത്ത് ഹെൽപ്പ് ചോദിച്ചു വരാറുണ്ട്. ഇപ്പം അതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെയുള്ള യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ ഉണ്ട്, അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. സോ നൗ ബാക്ക് ടു ദ ഷോ. ദുബായിൽ എത്തിയ കഥ പറയും. ഹൗ ഡിഡ് യു റീച്ച് ടു ദുബായ്? ദുബായിൽ ആക്ച്വലി നമ്മൾ ദുബായിൽ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു. അപ്പം കസിൻ്റെ കല്യാണത്തിന് ഇങ്ങനെ പോകണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചു. ലാസ്റ്റ് അവസാനം ഞങ്ങൾ പോവാന്ന് വിചാരിച്ചു. അവിടെ പോയ ഉടനെ എല്ലാവരും ഈ ദുബായിൽ എത്തുമ്പോൾ മുതൽ ഇവരിങ്ങനെ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ ദുബായ് തുടങ്ങുന്നുണ്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഫോമോ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ അന്ന് ദുബായിൽ എനിക്ക് മഴയൊക്കെ വന്ന ഫ്ലഡിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾ ഉണ്ടാവാറ്, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പിന്നെ ഞാനിങ്ങനെ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു, ആരെങ്കിലും ഇതിൻ്റെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം, കാരണം ബോറടിച്ച് തുടങ്ങി. കറക്റ്റ്. അപ്പോൾ വസീം എനിക്ക് റിപ്ലൈ ചെയ്തു, ലെറ്റ്സ് മീറ്റ് എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ ചെയ്തു. അങ്ങനെ വസീമിനെ നേരത്തെ അറിയായിരുന്നോ? എനിക്ക് ഇല്ല, ഞങ്ങൾ ഇതുവരെ കണക്റ്റഡ് അല്ല. എനിക്കൊന്ന് വസീം മുമ്പത്തെ പോഡ്കാസ്റ്റ് കണ്ടിട്ട് വന്നു. വസീമിന്റെ പോഡ്കാസ്റ്റിനുണ്ട്, ഐ വാസ് ഫോളോയിങ് ഹിം. പക്ഷെ നമ്മൾ വി നെവർ ഹാഡ് എ ചാറ്റ്. വെർച്വലി നിങ്ങൾക്ക് അറിയാം, വെർച്വലി അപ്പുറം അറിയാം, ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ വസീം വന്ന് പിക്ക് ചെയ്യാൻ വന്നു, ഹോട്ട് പാക്ക് കൊണ്ടുപോയി, പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല രീതിയിൽ. അപ്പോൾ വസീമിനോട് ഞാനിങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോൾ വസീം അപ്പം തന്നെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഒരു 4 കണക്ഷനൊക്കെ വിളിച്ച് ഇവരെ കണ്ടോക്ക് അവരെ കണ്ടോക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നിട്ട് വസീം പറഞ്ഞു എന്തായാലും അവിടെ വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ അവരെ കാണാമെന്ന് പറഞ്ഞിട്ട് സിജി എന്ന് പറയുന്ന ഒരാളെ കണ്ടു. അപ്പം അവിടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അതിലൂടെ ഒരുപാട് ആക്സസ് സിജി മുഖേന കിട്ടി. നമുക്ക് ഒരു അടിപൊളി ആളാണ് സിജി. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഉള്ളതല്ലേ, അപ്പം രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളും പഠിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടെ ഒരു കണക്ഷനിൽ വന്നിട്ട് അവരെയും പോയി. അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അവരോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നതാണ് നാട്ടിൽ ആക്ച്വലി. പക്ഷേ നമ്മളെയും ആ രജിസ്റ്റർ ചെയ്ത കമ്പനിക്ക് നമ്മളെ നന്നായിട്ട് അറിയുന്നുണ്ടായി. അപ്പം അവർ നമ്മളോട് പറയാണ്ട് ഇനീഷ്യൽ പേയ്മെൻറ്റ് ചെയ്തു, പിന്നെ തന്നോളും എന്നുള്ള രീതി അവരാ ചെയ്തു. ദെൻ ഇത് അയ്യോ നമ്മൾ തുടങ്ങി, നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ തുടങ്ങി. അല്ല, കല്യാണത്തിന് അറ്റൻഡ് ചെയ്തിട്ടില്ല. കല്യാണത്തിന് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒരാഴ്ച കൂടി അവിടെ നിന്നുണ്ടായിരുന്നു. കമ്പനി മാത്രമായോ? അല്ല, ഒരാഴ്ച കൂടി നിന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇതൊക്കെ നടക്കുന്നുള്ളത്. അപ്പം അറിയാണ്ട് ആ ഒരു കാര്യം നടന്നപ്പോൾ പിന്നെ ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ നടക്കില്ല, നാട്ടിൽ വന്നു. എന്നിട്ട് ഒരു അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും 1 മാസത്തിൽ ഞാൻ റിസ്വാന് നൗസി പോയി. അവിടെ ഒരു ചെറിയ സ്പേസ് എടുത്തു. ആ സ്പേസിൻ്റെ ഒരു ഭാഗമായിട്ട്, സ്പേസ് എടുത്തല്ല, ആ സ്പേസിൻ്റെ നമ്മൾ എപ്പോഴും വാലിഡേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ വേറൊരാൾ ഓഫീസ് നമ്മൾ നാട്ടിൽ എങ്ങനെയാണ് തുടങ്ങിയത് അതേപോലെയാണ് ദുബായിൽ തുടങ്ങിയത്. വേറൊരാൾ ഓഫീസിൻ്റെ ഒരു ടേബിളാണ് നമുക്ക് ആകെ ഉള്ളത്. പണ്ട് നിങ്ങൾ എവിടെ തുടങ്ങിയത്? പണ്ട് നമ്മൾ ബീച്ചിൽ വേറൊരു ഓഫീസിൻ്റെ ഒരു ടേബിളായിരുന്നു നമ്മുടെ ഓഫീസ്. ഒരു ടേബിളായിരുന്നു നിങ്ങളുടെ ഓഫീസ്? ടേബിളായിരുന്നു 6 ആൾക്കാരായിട്ട്. അതേപോലെ ദുബായിൽ തുടങ്ങി ഞാൻ. നമ്മൾ ഫോൺ വാങ്ങി ആഡ്സ് റൺ ചെയ്യാൻ തുടങ്ങി. നമ്മളെ സ്റ്റുഡൻസ് അവിടെ വേറൊരു ഹെൽപ്പ് ഉണ്ടായത്, നമ്മളെ ഓൾറെഡി നമ്മളെ കൂടെ വർക്ക് ചെയ്ത പഠിച്ച സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവർ ഇന്റേൺഷിപ്പിന് വരാമെന്ന് പറഞ്ഞു. അവരിങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ അവരൊക്കെ വന്നു. അവരാണ് നമ്മൾ ഇനീഷ്യൽ ടീം, ദുബായ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ടീം നമ്മളെ സ്റ്റുഡൻസ് ആണ്. നീനു, ഫാത്തിമ, ഇങ്ങനെ ഒരു 3-4 ആൾക്കാർ കൂടെ വന്നിട്ട് ഇവരാണ് നമ്മളെ കൂടെ ഇനീഷ്യൽ സോഷ്യൽ മീഡിയേൻ്റെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തു. ലീഡ്സ് തുടങ്ങി, ഞാൻ തന്നെയാണ് ലീഡ്സ് ഹാൻഡിൽ ചെയ്തത്. അതിലൊരു ഫസ്റ്റത്തെ ബാച്ചിൽ 5 സ്റ്റുഡൻസ് വന്നു. അതിൽ 4 അഡ്മിഷൻസും നമ്മൾ തന്നെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആദ്യം തുടങ്ങിയത് അക്കാഡമിയാണോ? അവിടെ ആദ്യം അക്കാഡമിയാണ് തുടങ്ങിയത്. ബിക്കോസ് ഏജൻസി എനി ടൈം ഇറ്റ്സ് ഈസി, ഐ മീൻ വലിയ കുഴപ്പമില്ല. ഒരുപാട് അക്കാഡമി തുടങ്ങാനാണ് ഡിഫിക്കൾട്ട്. അപ്പം ഞങ്ങൾ അക്കാഡമിയാണ് അവിടെ സ്ട്രക്ചർ ചെയ്തത്. എന്നിട്ട് 4 സ്റ്റുഡൻസ് വന്നു. 4 സ്റ്റുഡൻസ് സാധാ ലീഡ് ആഡ്സ് വിട്ടിട്ട് വാട്സപ്പിലൂടെ പിന്നെ എൻക്വയറീസ് വന്നു, ഞാൻ സംസാരിക്കുന്നു. പക്ഷെ അതിൽ 4 സ്റ്റുഡൻസിലും ഒരു 2-3 ലീഡ് ആഡ്സിനേക്കാളും ബ്രാൻഡിലാണ് കുറെ സ്റ്റുഡൻസ് വന്നത്. സ്റ്റുഡൻസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഫിദ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ബ്ലോലിനുണ്ട്. അപ്പം എല്ലാം നമ്മളെ നെറ്റ്വർക്കിൽ ജുസൈറ എന്ന് പറഞ്ഞിട്ട് ഒരു ടീം, പിന്നെ അങ്ങനെ ഫൈസൽ എന്ന് പറഞ്ഞിട്ട്, ഇവരൊക്കെ ഇപ്പോഴും വലിയ ക്ലോസ് ആണ്. ഇപ്പം നാട്ടിൽ തുടങ്ങിയ പോലെ തന്നെ. അപ്പം ഇവർ വന്ന് പഠിച്ചു.
പിന്നെ അവിടുന്ന് ഒക്കെ മലയാളി സ്റ്റുഡൻസ് സ്റ്റുഡൻസ് ഒരു കിക്ക് സ്റ്റാർട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ള ഹോപ്പ് വന്നു. പിന്നെ ദുബായിൽ നമ്മൾ ഹയറിംഗ് ഒക്കെ ഭയങ്കര കുറേ ഇതുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പിന്നെ മെല്ലെ മെല്ലെ ഓരോരാൾ ഹയർ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇന്നും ഞാൻ പറയാം, ഞാൻ ദുബായിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഞാൻ ദുബായിലുണ്ടായ ആകെ ഒരു 3-4 മാസമായിരിക്കും. പക്ഷെ ഇന്ന് ദുബായും നമ്മൾ ഓട്ടോമേറ്റഡ് ആയി. അത് അവിടെ 2 റീജിയണൽ ഹെഡ്സ് ഉണ്ട്. അവിടെ തുടങ്ങിയതിന് ശേഷം ഞങ്ങളൊരു 6 മാസം അല്ലെങ്കിൽ 4 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പുതിയ ഓഫീസിലേക്ക് സ്റ്റുഡൻസ് കൂടുതൽ വരാൻ തുടങ്ങി. ഇത് മതിയാവൂല, തൊട്ടപ്പുറത്ത് ഓഫീസ് വേക്കൻ്റ് ആയിട്ട് കണ്ടു. ഞങ്ങൾ വേഗം പോയിട്ട് എടുത്തു. തരുന്നോ വേഗം പോയിട്ട് എടുത്തു. അവിടെ ഒരു എനിക്കൊന്ന് 2000 സ്ക്വയർ ഫീറ്റ് 2500 സ്ക്വയർ ഫീറ്റ് 4 ക്ലാസ് റൂം ഉണ്ട്, ടീമിന് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. നീ എനിക്ക് ഫോട്ടോ അയച്ച എനിക്ക് ഓർമ്മയുണ്ട്, നീ റിസ്വാനു ഫോട്ടോ എടുത്തിട്ട് കീ കിട്ടി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന സംഭവമല്ല. പക്ഷേ സംവെയർ ഇഫ് ഐ ഹാവ് ടു പുട്ട് ദാറ്റ് ഏജൻസിക്ക് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ഇൻ ബിഗ് ടൈം. ദുബായ് എന്ന മാർക്കറ്റ് വിച്ച് ഐ വിൽ കം ടു later. Academy both are good. I will not say India market is not good. ഇവിടെയും അത്യാവശ്യം ഈ ഇംഗ്ലീഷ് പറഞ്ഞാല് പിന്നെ ചീത്തയായിക്കോട്ടോ, മാക്സിമം മലയാളത്തിൽ പറഞ്ഞാൽ മതി. അപ്പം ഇവിടെയും ഞങ്ങൾക്ക് നന്നായിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദുബായ് ഈസ് ഓൾസോ ഫൈൻ. ഏജൻസിക്ക് ഞങ്ങൾ ദുബായ് വാസ് എ വെരി ഗുഡ് ഡെസിഷൻ ഫോർ ഏജൻസി. ബിക്കോസ് ഏജൻസിനെ സംബന്ധിച്ചിടത്തോളം ലേറ്റ്ലി ഇപ്പം ഞങ്ങൾ ഏജൻസി തുടങ്ങിയിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ, അക്കാഡമി തുടങ്ങിയിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. അപ്പം നമ്മളൊരു തുടങ്ങിയത്രയാണ് 5 വർഷം ഈസ് ലൈക്ക് യു ആർ സെറ്റിംഗ് അപ്പ് ദ ബിസിനസ്. വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതൊരു ബിസിനസ് 5 വർഷമെങ്കിലും നിങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കൂടാ എന്നുള്ളതാണ്. അപ്പം ഈ 5 വർഷത്തിൽ ഏജൻസിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഏജൻസി എപ്പോഴും മാർജിൻ ബിസിനസ്സിലാണ് ഏജൻസി റൺ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പിന്നെ ചെറുതായിട്ടും തുടങ്ങാം, വലുതായിട്ടും തുടങ്ങാം. ഈ മാർജിൻ ഉണ്ടെങ്കിലേ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇൻ എൻ ഏജൻസി പീപ്പിൾ ഡ്രിവൺ കമ്പനിയാണ്. അക്കാഡമി പറയുമ്പോൾ അവിടെ ഒരു പ്രൊഡക്റ്റും ഒന്നിച്ചുണ്ട്. ഇഫ് ദ പ്രൊഡക്റ്റ് ഈസ് ഗുഡ്, നമുക്കിന്നും ഒരുപാട് റെഫറൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നുള്ളത്. അപ്പോൾ ഇഫ് ദ പ്രോഡക്റ്റ് നിങ്ങൾ ഡബിൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിക്കോളും. ടു ആൻ എക്സ്റ്റെൻറ്റ് സ്കെയിൽ ചെയ്യണം എന്നുള്ളതല്ല, ടു ആൻ എക്സ്റ്റെൻറ്റ് ഇറ്റ് വിൽ ഗോ. ഏജൻസി ഈസ് ലൈക്ക് എന്താ ഹർഷിൽ പറഞ്ഞ പോലെ, ഏജൻസി എന്ന് പറയുന്നത് വാട്ട് യു ആർ ഡൂയിങ്, യു ആർ ഔട്ട്സോഴ്സിങ് സ്മാർട്ട് ബ്രെയിൻ. ഹർഷിൽ ഷബാങ്ങിന്റെ ഫൗണ്ടറാണ്. എക്സിറ്റ് ചെയ്തത് അല്ല, ഹർഷിൽ ഈസ് ദി ഫൗണ്ടർ. അക്ഷയ് ഗുർനാനിയാണ് എക്സിറ്റ് ചെയ്തത്. അപ്പോൾ അക്ഷയ് ഗുർനാനി ഈസ് ദ കോ ഫൗണ്ടർ. അപ്പം agency for audience information, Shebang is one of the top digital marketing agencies in India. അപ്പം നമ്മൾ പീപ്പിൾ ബിസിനസ്സിലാണ്. നമ്മളെ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്തൊരു കമ്പനി വരുന്നു, ആ കമ്പനിക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള ബ്രെയിൻസിനെ ഞാൻ സെല് ചെയ്യുന്നു. കറക്റ്റ്. അതാണല്ലോ ഏജൻസി ബിസിനസ് എന്ന് പറയുമ്പോൾ. വി വിൽ പിക്ക് ദീസ് പീപ്പിൾ വിൽ ഡു ദെയർ ജോബ് എന്നുള്ളത്. അത് അപ്പം ഇവിടെ സ്മാർട്ടായിട്ടുള്ള ബ്രെയിൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റൂല. ഏജൻസി നമ്മളെത്തി വരാണെങ്കിൽ അവർക്ക് അത് കിട്ടാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന അവരെക്കാളും ബെറ്റർ ആൾക്കാർ ഇവിടെ കിട്ടും എന്നുള്ളത്. അല്ലെങ്കിൽ അവർക്ക് പീപ്പിളിനെ മാനേജ് ചെയ്യാൻ. ഇപ്പം ലാസ്റ്റ് 3-4 മാസമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന റിക്വയർമെൻറ്റ് അതാണ്. ഒരു റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മാർക്കറ്റിംഗ് ടീം നമുക്ക് ബിൽഡ് ചെയ്ത് തരുമോ എന്നുള്ളതാണ്. കറക്റ്റ്. എവറിബഡി ഈസ് ഫേസിങ് ദാറ്റ് പ്രോബ്ലം ഓഫ് റീറ്റെയിനിങ് ദ ടീം, കറക്റ്റ്, ബിൽഡിംഗ് ദാറ്റ് ജെൻസി ടീം എന്നുള്ള രീതി. അപ്പം ഈ സ്മാർട്ട് ബ്രെയിൻസിനെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യണമെങ്കിൽ വി നീഡ് പീപ്പിൾ. അപ്പം ഇത് വെരി പീപ്പിൾ ഡ്രിവൺ കമ്പനിയാണ്. അപ്പം ഒരിക്കലും നമ്മൾ, ഞാൻ എപ്പോഴും പറയും, ഏജൻസിയിൽ ഇഫ് യു വോണ്ട് ടു മേക്ക് മണി, either you have to stay very small, ചെറുതായിട്ട് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ you have to stay very big. There is no middle ground. Because middle groundൽ നിങ്ങളെ പീപ്പിൾ എക്സ്പെൻസും റവന്യൂവും ഷോൾഡർ ടു ഷോൾഡർ ആണ് എപ്പോഴും. റൈറ്റ്. സോ യു വിൽ ഓൾവേസ് ബി ഗോയിങ് ഫ്രം വൺ പേ ചെക്ക് ടു അനദർ. റൈറ്റ്. ഇതിൽ നിന്ന് ഇഫ് യു വോണ്ട് ടു മാറണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് എ പ്ലേസ് വെയർ ദ മാർജിൻ ഇസ് ഗുഡ്. അപ്പം പീപ്പിൾ എക്സ്പെൻസും സ്കെയിലിങ്ങും നടക്കുന്നുണ്ട്, പക്ഷെ അതിനേക്കാളും എത്രയോ എക്സ് കൂടുതലാണ് നമ്മുടെ മാർജിൻ. അപ്പം ദാറ്റ് ബാലൻസസ്. അപ്പം ദുബായിൽ പോയപ്പോഴാണ് നിങ്ങൾ മാർജിൻ കൂടിയത്. ദുബായിൽ പോയപ്പോഴാണ് നമ്മൾ മാർജിൻ കൂടിയത്. ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ബി? ഐ വുഡ് സേ നമ്മൾ ഇവിടെ ചെയ്യുന്നതിനേക്കാളും 2x, 3x, 4x ഒക്കെ ഈസി മാർക്കറ്റ് ടു സെൽ ഇൻ ദുബായ്. റൈറ്റ്. ഇവിടെ കൺവിൻസ് ചെയ്യുന്നതിനേക്കാളും. പിന്നെ അവിടെ ഒരുപാട് ഇറ്റ്സ് എ ബിസിനസ് ഹബ്ബാണ്.
അപ്പം അപ്പൊ നിങ്ങൾ ലോക്കൽ ബിസിനസ് ഇവിടെ ഉള്ള ബിസിനസ്സുകളെ എടുക്കണ ഒഴിവാക്കിയിട്ട് യു ട്രൈ മോർ ഒഴിവാക്കി എന്നുള്ളതല്ല, നമ്മുടെ ഫോക്കസ് ബിസിനസ് ലീഡ്സിനുള്ള ഫോക്കസ് മൊത്തം. പിന്നെ ദുബായിൽ ഞങ്ങൾ ശ്രദ്ധിച്ച വേറൊരു സംഭവിച്ചാൽ ഈ കമ്പനീസ് ചിലപ്പം അവരെ നമ്മൾ ഓഫീസ് വന്ന് നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ റിയൽ ആയിട്ട് ഓഫീസ് ഉണ്ടോ എന്നുള്ള അങ്ങനത്തെ ഒരു പ്രാക്ടീസ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. 3-4 ക്ലയൻസ് നമ്മൾ ഓഫീസിൽ വന്ന് എല്ലാം ഉറപ്പുവരുത്തി ചെക്ക് ചെയ്തിട്ടാണ് അവർ നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്തതും. കമ്പനി അല്ലല്ലോ ഉറപ്പുവരുത്തി. അതായത് ഇവിടുന്ന് എടുത്തിട്ട് നാട്ടിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്ന പോലെയാണോ ഇല്ല എന്നുള്ളതായിരിക്കും ചിലപ്പോൾ അവർ ചെക്ക് ചെയ്യുന്നുള്ളത്. ഇങ്ങനെ ഒരു സംഭവം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ദുബായിൽ ഒരു ഫിസിക്കൽ സ്പേസ് അത്യാവശ്യം നല്ല രീതിയിൽ തുടങ്ങിയപ്പോഴേക്ക് നമുക്കത് ആക്സസിബിലിറ്റി നല്ലതായിട്ട് കൂടി. എനിക്കൊന്നും നമ്മൾ ഇന്ന് ഏറ്റവും റീറ്റെയിനർ ഉള്ള പിന്നെ ക്ലൈൻ്റ് ഉള്ളതും ദുബായിൽ തന്നെയാണ്. പിന്നെ നല്ല how much is that retainer if you can say? It comes anywhere between 7 to 8 lakhs per month. Per month. ഞാൻ ആര്യസംഘോല് ചേർത്താൽ മതിയല്ലോ. ആ ഒരു സംഭവം വരുന്നുള്ള കമ്പനീസും ദുബായിൽ തന്നെയാണ്. വാട്ട് കൈൻഡ് ഓഫ് സർവീസസ്? നമ്മൾ എല്ലാ സർവീസും ഒന്നിച്ച് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ, പെർഫോമൻസ്, SEO ചെയ്യാൻ പറ്റണമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രാൻഡ് ആക്ടിവേഷൻ, അങ്ങനെ എല്ലാ സംഭവം ഒന്നിച്ച് അതുകൊണ്ടാണ് ഇത്രയും ഒറ്റക്കായിട്ടുള്ളതല്ല. അപ്പം ഈ പോസിബിലിറ്റി വാസ് നെവർ. ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. നമ്മൾ ഇനിയും ചിലപ്പോൾ 10 years കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആക്സസ്. ബട്ട് ആസ് ഇന്നത്തെ പോയിന്റിൽ ഇറ്റ് വാസ് നെവർ ഹാപ്പനിങ് in Kerala. അപ്പം ഞങ്ങൾ that way when I'm looking at it, Dubai is a very amazing market for us. അപ്പം അവിടെ മലയാളികൾ തന്നെയായിരുന്നു നിങ്ങളെ കസ്റ്റമേഴ്സ്? അവിടെ ഈ റീറ്റെയിനർ പിന്നെ മലയാളിയാണോ? അല്ല, അതൊരു ഓസ്ട്രേലിയൻ ബേസ്ഡ് കമ്പനിയാണ്. ഓക്കെ. നമുക്ക് അവിടെ ഒരു അടിപൊളി, അതായത് നിങ്ങൾ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ, ഞാൻ ദുബായിൽ പോയിട്ട് ഫസ്റ്റ് 6 months ഡെന്യൂബ് വാസ് മൈ ക്ലൈൻറ്റ്. We are doing web development for them. Arada is already a client. അത് കഴിഞ്ഞു, Arada client ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പം ഇത് ഒരു ഓസ്ട്രേലിയൻ ബേസ്ഡ് കമ്പനി നമ്മൾ ക്ലൈൻ്റ് ആയിട്ടുണ്ട്, അവിടുത്തെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ്. പിന്നെ ഇപ്പം Med7 ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ലാർജ് എൻ്റർപ്രൈസസിൻ്റെ ഒക്കെ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. That came from the brand we built here and from the network which we already had. അപ്പം അവിടെ എത്തുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ആക്സസ് കിട്ടിയിട്ടുണ്ട്. ഓഫീസും കൂടി തുടങ്ങിയപ്പോൾ അത് ഒരു 2x 3x ആയി പവർ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോർട്ട്ഫോളിയോ ഓൾറെഡി ഉണ്ടപ്പോഴേ ഞാൻ പണ്ട് ഞാൻ ദുബായിൽ എത്തിയപ്പോഴേക്കും ഒരു ലാർജ് കമ്പനീൻ്റെ അടുത്ത് പിച്ച് ചെയ്യാൻ പോയി. അപ്പോൾ ആ പിച്ച് ചെയ്യാൻ പോയിട്ട് ഞാൻ ടീമിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ടെക്സ്റ്റ് ചെയ്തൊരു മെസ്സേജ് ഉണ്ട്. അതായത് താങ്ക് യു സോ മച്ച്, ഞാൻ ഇത്ര വലിയ കമ്പനിയുടെ പിച്ച് ചെയ്യാൻ പോകുമ്പം എനിക്ക് ഒരു ബുദ്ധിമുട്ട്, അവരെന്ത് ചോദിച്ചോ അതെനിക്ക് കാണിക്കാനുണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ. ഷോപ്പിഫൈ ചെയ്തോ, അത് ആക്സസ് ഉണ്ടോ, റവന്യൂ കൊടുത്തിനോ, ഇത് സോഷ്യൽ മീഡിയ പേജ് ദുബായിലുള്ള ഏതെങ്കിലും നിങ്ങൾ ചെയ്തിനോ, ഇത്. അപ്പം ആ ഒരു ആക്സസ് അല്ലെങ്കിൽ ആ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയത് വാസ് വെരി ഹെൽപ്പിംഗ്. ആരെ മുമ്പിൽ ഇരുന്നിട്ട് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ട്, നമ്മളിങ്ങനെ ഹാർഡ് ടു കൺവിൻസ് ആവേണ്ട ആവശ്യം. ടീമും ഉണ്ട്, പോർട്ട്ഫോളിയോ ഉണ്ട്. അപ്പം ആ ഫസ്റ്റത്തെ 5 കൊല്ലം പോർട്ട്ഫോളിയോക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ലോഗോ ആദ്യം ഇടണമെന്നാ പറയല്, വെബ്സൈറ്റിൽ കുറെ ലോഗോ കാണണം. അപ്പോൾ അത് ഞങ്ങൾ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ദാറ്റ് വേ ദുബായ് ഈസ് എ വെരി ഗുഡ് മാർക്കറ്റ് ഫോർ us. ആൻഡ് നമ്മൾ ദുബായിൽ ഡബിൾ ഡൗൺ ചെയ്യാം. എന്നിട്ട് പിന്നെ ദുബായിൽ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്ത സമയത്ത് നമ്മളെ പ്ലാന് US യൂറോപ്പ് പോലത്തെ മാർക്കറ്റ് പോയിട്ട് ആ മാർജിൻ ഇനിയും പുഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ US പോവാന്ന് പറഞ്ഞിരുന്നല്ലോ, പിന്നെ എന്തായി? ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ, അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇപ്പം നമ്മളൊരു ലാർജ് ലെച്ചേ നമ്മളൊരു ലാർജ് ഹോർഡിംഗ് ഇടാൻ വെച്ചു, കേരളത്തിൽ മൊത്തം ഹോർഡിംഗ് ഇടാണ്, അക്കാഡമിക് ഇടാൻ വെച്ചു, നമ്മൾ ഓഫ്ലൈന് മാത്രമുള്ളത്. അപ്പം ഇവിടെ ഒരു കപ്പാബിലിറ്റി ടെസ്റ്റിംഗ് കൂടി ചെയ്യണം എന്ന് പറയും. അതായത് ഈ ഹോർഡിംഗ് ഇട്ടിട്ട് വരുന്ന കോൾസ് എടുത്തിട്ട് ഫില്ല് ചെയ്യാനുള്ള സ്റ്റുഡൻസ് നമുക്ക് ഉണ്ടോ, സ്പേസ് ഉണ്ടോ എന്നുള്ളത്. അതുപോലെ നമ്മൾ US മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ സെർവ് ചെയ്യാനുള്ള സിസ്റ്റം നമ്മളെത്തുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെത്തിപ്പോൾ ഇല്ല. അതാവുമായിരിക്കും നമ്മൾ നാട്ടിൽ നിന്ന് ദുബായ് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെച്ചുവർ ആവുന്ന ഒരു ഫേസ് ഉണ്ട്. നാട്ടിൽ നിന്ന് ദുബായ് ഓക്കെ ഇങ്ങനെ മാനേജ് ചെയ്താൽ മതി. ഇപ്പോഴും ഒരു സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഫിഗർ ഔട്ട് ചെയ്ത്, ഇപ്പം നമ്മൾ ആദ്യം ദുബായിലായിരുന്നു, എല്ലാം അക്കൗണ്ട്സ് HR എല്ലാം ദുബായിൽ ചെയ്യുന്ന ഒരു പ്രവണതയായിരുന്നു. അപ്പം I was treating it as my third company.
ഇവിടെ ഏജൻസിന്റെ അക്കാഡമി ഉണ്ട്. ദുബായ് ഈസ് ലൈക്ക് തേർഡ് കമ്പനി. ഞാൻ വൈകുന്നേരം വന്നതിന് ശേഷമാണ് ദുബായിന്റെ കൂടെ മീറ്റിംഗ് ഇരിക്കുക, കാര്യങ്ങൾ ഇരിക്കുക. ഇപ്പം അതൊക്കെ മാറ്റി ഞങ്ങൾ എല്ലാം സെൻട്രലൈസ് ആക്കി. ഇവിടുത്തെ അക്കൗണ്ട്സിന്റെ അണ്ടറിൽ അവിടുത്തെ അക്കൗണ്ട്സ് ഇട്ട്, ഇവിടുത്തെ HR-ന്റെ അണ്ടറിൽ നമ്മൾ അവിടുത്തെ HR ഇട്ട്, എവറിത്തിങ് വി ആർ ഡൂയിങ്. അപ്പം അത് വർക്കായില്ല എന്ന് അറിഞ്ഞപ്പോഴേക്ക് വി പിവട്ടഡ്. അപ്പം ഇപ്പം മനസ്സിലായി, ഇനി ഇതൊരു 4 മാസം 5 മാസം നോക്കുമ്പോൾ ഇത് വർക്കായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇതാണ് ഇനി എവിടെ പോവാണെങ്കിലും ദിസ് ഈസ് യുവർ സിസ്റ്റം. ഇവിടെ വെച്ചിട്ട് അവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യുക, അല്ലാണ്ട് അവിടെ വേറെ തന്നെ ഒരു കമ്പനി പോലെ തുടങ്ങാം എന്നുള്ളതില്ല. അപ്പം ഈ കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, അപ്പം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇത് ഫിഗർ ഔട്ട് ചെയ്യുന്ന മെച്ചൂർഡ് ഫേസിലേക്ക് എത്തുന്ന ഒരു സമയം ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് പിന്നെ ഏത് മാർക്കറ്റിലും പോവാം. അല്ല ഈ ഇപ്പോൾ US മാർക്കറ്റ് പോകുമ്പോൾ എന്തൊക്കെ ഒരു കൺസിഡറേഷൻ, ഒരു 0.1% എങ്കിലും ഓക്കെ. അപ്പോൾ നിങ്ങൾ പിന്നെ ദുബായിന് ബേസിക്കലി യു ഗോട്ട് 2x 3x 4x കൂടുതൽ റീറ്റെയിനർ ആയിരുന്നു, ബട്ട് യുവർ കോസ്റ്റ് റിമെയിൻ ദ സെയിം. ഇതല്ല ബേസിക്കലി സംഭവിച്ച്. ഓക്കെ, പക്ഷേ ഏജൻസികൾക്ക് ഓക്കെ നൗ ലെറ്റ്സ് ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. ഇപ്പം 0 to ഒരു 10 സ്റ്റേജ് ഉണ്ടാവും, 10 to 50 എംപ്ലോയീസിൻ്റെ സ്റ്റേജ് ഉണ്ടാവും, 50+ അല്ലെങ്കിൽ 50 to 100, 100+ സ്റ്റേജ് ഉണ്ടാവും. അതെങ്ങനെ ഡിവൈഡ് ചെയ്യും? ആൻഡ് വാട്ട് ഓൾ ഡു യു റിക്വയർ ഇൻ ഈച്ച് സ്റ്റേജ്? കാരണം നമ്മളെ ടീമാണ് നമ്മളെ പവർ. ഈ ടീമിനെ പഠിപ്പിച്ച് എല്ലാ ഡിജിറ്റൽ ഏജൻസിക്കും ഒരു പ്രശ്നം. ഇപ്പം ഞാൻ നോക്കിയപ്പം എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി റൺ ചെയ്യുക, തട്ടുകട പോലെ ആയി മാറുന്നുണ്ട്. പക്ഷെ എന്താണ് അതിൽ നോക്കേണ്ടത്? പിന്നെ പ്ലസ് നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ ആ ടീം വിട്ടു പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. യു ആൾസോ ലൂസ് ദ ക്ലയൻസ്, കാരണം ആ ക്ലയൻറ്റിനെ സെർവ് ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു സ്റ്റേജസ് ഡിവൈഡ് ചെയ്യുക? ഇപ്പം 0 to 1 സ്റ്റേജ് ഞാൻ ഇപ്പം 0 to 20 lakhs ഈസിയാണ്. 0 to 20 lakhs പെർ മന്ത്. ഇതിന്റെ അപ്പുറത്ത് പോകാൻ ഭയങ്കര 0 to 20 lakhs പറയുമ്പോൾ എത്ര ആൾക്കാരാ? നമുക്കൊരു ചിലപ്പോൾ ഒരു 20-25 30 ആൾക്കാർ ഉണ്ടാവുമായിരിക്കും. പിന്നെ നമ്മൾ ആവറേജ് ഓർഡർ വാല്യൂ ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ ക്ലയൻറ്റ് നല്ലോണം കൂട്ടണം എന്നുണ്ടെങ്കിൽ ആൾക്കാർ കൂടുമായിരിക്കും. അപ്പം നമ്മളിവിടെ ഏജൻസി ബിസിനസ്, ആൻഡ് അഗെയിൻ ഇഫ് ഐ ഹാവ് ടു കം ബാക്ക്, ഇറ്റ്സ് എ വെരി പീപ്പിൾ ഡ്രിവൺ ബിസിനസ്. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന, ഞാനൊക്കെ എപ്പോഴും പറയും, അതായത് ഇഫ് യു നീഡ് ടു ലീഡ് എ ഡിപ്പാർട്ട്മെൻറ്റ്, ടെക് നോളജിനേക്കാളും ഒരു പടി മുമ്പിൽ യു നീഡ് പീപ്പിൾ നോളജ് അല്ലെങ്കിൽ പീപ്പിൾ സ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഞാൻ ഒബ്സർവ് ചെയ്തത് എൻ്റെ കമ്പനിയിൽ തന്നെ പീപ്പിൾ സ്കിൽ കൂടുതലും ആ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ സ്കില്ല് കുറവുണ്ടെങ്കിൽ ദേ ആർ ഏബിൾ ടു മാനേജ് വെരി ഗുഡ്. പക്ഷേ പീപ്പിൾ സ്കിൽ കുറവാണെങ്കിൽ ഇത് നടക്കുന്നില്ല. പീപ്പിൾ സ്കില്ല് വേണോ? മനസ്സിലായി. മറ്റേ സ്കിൽ എന്താ? അതായത് ഇപ്പം ഞാനൊരു സോഷ്യൽ മീഡിയ ഹെഡ് ആണെങ്കിൽ സോഷ്യൽ മീഡിയൻ്റെ സ്കില്ല്, സോഷ്യൽ മീഡിയ നോളജ് വേണമല്ലോ. കറക്റ്റ്. അപ്പം അങ്ങനെ അത് കുറച്ച് കുറവാണെങ്കിലും ഇഫ് യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഡൊമൈൻ ആൻഡ് ഹാൻഡിൽ പീപ്പിൾ, യു ക്യാൻ സ്കെയിൽ. ഈ ഹാൻഡിൽ പീപ്പിൾ പറയുമ്പോൾ ആക്ച്വലി എന്താണ് അതിൻ്റെ അകത്ത് വരുന്നത്? അതാണ്. അപ്പം എപ്പോഴും നമ്മൾ ടീം പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയാം, നമ്മളൊരു ഓരോ റെവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നടക്കുന്നത് സോഷ്യൽ റെവല്യൂഷൻ എന്ന് പറയും. ഇപ്പം ഈ സോഷ്യൽ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പോയിന്റിന് സാലറി വാസ് ദി മെയിൻ പാർട്ട് ടു സ്റ്റേ ഇൻ ദ കമ്പനി. അതെ. അതിന് മുമ്പ് കമ്പനീൻ്റെ വലിപ്പം വാസ് മെയിൻ പാർട്ട്. ഇന്ന് വലിയ കമ്പനീസ് ഇന്ന് സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പീപ്പിൾ ആർ നോട്ട് മച്ച് വലിയ കമ്പനീൻ്റെ വലിപ്പം കാര്യങ്ങളൊന്നുമല്ല. അവരെല്ലാത്തിനെയും ബാലൻസ് ചെയ്യാൻ തുടങ്ങി. അതായത് സാലറിയും വേണം, ഫ്രീഡവും വേണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെൻ്റ് ഇരിക്കണം, കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ട് എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു കമ്പനിയിലാണ് പീപ്പിൾ വോണ്ട് ടു ബി പാർട്ട് ഓഫ്. റൈറ്റ്? എവറിബഡി വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദ ഡിസിഷൻ മേക്കിംഗ്, എവറിബഡി വോണ്ട് ടു ബി പാർട്ട് ഓഫ് സംതിങ് ബിഗ്. ഒരു ഗോളില്ലാത്തൊരു കമ്പനിയുടെ പാർട്ടാവാൻ ആർക്കും താല്പര്യമില്ല. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തെ. എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം വന്നിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനേക്കാളും ക്വസ്റ്റ്യൻ ചോദിക്കുക, എങ്ങനെയാണ് പീപ്പിളിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും കൂടുതൽ ആൾക്കാർ ചോദിക്കാം. അപ്പം എന്നോട് പറയും, നല്ല ആൾക്കാരൊന്നും ജോയിൻ ചെയ്യുന്നില്ല ഹാരിസ്, ആളെ കിട്ടുന്നില്ല. അപ്പം ഞാൻ പറയും, നല്ല ആൾക്കാർ എന്തിന് നിങ്ങളൊക്കെ ജോയിൻ ആണ്? അപ്പം ആ ക്വസ്റ്റ്യൻ ഇഫ് യു ആർ ഏബിൾ ടു ആൻസർ ദെൻ യു ഹാവ് ഹോൾ തിങ്സ്. അതായത് എന്തുകൊണ്ട് ഈ കമ്പനിയിൽ ഒരാൾ ജോയിൻ ചെയ്യണം. അപ്പം അവരെ ഭാഗത്തുനിന്ന് നല്ല ആൾക്കാർ നമുക്ക് ഒരിക്കലും ഹയർ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും പറയുന്ന സംഭവമാണ്, യു ക്യാൻ ഓൺലി അട്രാക്ട്. അപ്പം അവരെന്താണോ അവർ സാലറി, ഗുഡ് സാലറി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. കറക്റ്റ്. അതിൻ്റെ കൂടെ ഒരു അവർക്കുള്ള ഫ്രീഡം, അവർക്ക് ലീഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങളെ കമ്പനിയിലുണ്ടോ? ഒരുപാട് കമ്പനീസിലുണ്ടാവാം. ഓക്കെ. പക്ഷേ ഇത് നിങ്ങൾ പുറത്ത് പറയുന്നുണ്ടോ എന്നുള്ളതും
കമ്പനി ബ്രാൻഡിങ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു ചെക്ക് നമ്മൾ അക്കാഡമി ആണെങ്കിൽ പ്രോഡക്റ്റ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് ചെയ്യുക സോഷ്യൽ മീഡിയയിലൊക്കെ. ഏജൻസിയിലെ വി ഓൾസോ ബ്രാൻഡ് ദി കമ്പനി കൾച്ചർ അലോങ് വിത്ത് ദ ക്ലയൻസ്. അതെങ്ങനെ കമ്പനി കൾച്ചർ ബ്രാൻഡ് ചെയ്യുന്നത്? ഒന്ന്, നമ്മളെ ടീം മെമ്പേഴ്സിനെ കുറിച്ച് സംസാരിക്കുക, എഴുതുക, നമ്മൾ ഉള്ളിൽ കൊണ്ടുവരുന്ന ചെറുതാവട്ടെ വലുതാവട്ടെ ഉള്ള കാര്യങ്ങൾ എഴുതുക. എവിടെ എഴുതുക? ലിങ്ക്ഡിനിലോ സോഷ്യൽ മീഡിയയിലോ നമ്മുടെ കമ്പനിയിലോ. അവർ 3 years ആകുമ്പോൾ 4 years ആകുമ്പോൾ ഈ കമ്പനി കൾച്ചർ കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ യൂസുഫ് അലീനെ എല്ലാവരും കാണുമ്പോൾ മനസ്സിലാവും യൂസുഫ് അലീൻ്റെ വീഡിയോസൊക്കെ എങ്ങനെയാണ് വരിക. പിന്നെ 30 വർഷമായില്ലേ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ 10 വർഷമായില്ലേ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന. ദിസ് ഈസ് ഓൾസോ എ കമ്പനി ബ്രാൻഡിങ് വേർ നമ്മൾ മനസ്സിലാക്കുക യൂസുഫ് അലി അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വെരി റെസ്പെക്ട്ഫുൾ ആയിട്ട് ഒരുപാട് കാലം കിട്ടുന്നുണ്ട്. സംവേർ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ഇത് നടക്കുന്നുണ്ട് ഈ ഒരു ബ്രാൻഡിങ്. അതുപോലെ നമ്മുടെ കൾച്ചറിനെ കൂടി ബ്രാൻഡ് ചെയ്യാം. നമ്മൾ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് അവിടെ എടുക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ വെരി ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിരിക്കും. ഇത് നിങ്ങൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ടീമിൻ്റെ അടുത്ത് സംസാരിക്കണം. ചില ആൾക്കാർ എനിക്ക് ഇത്ര വലിയ ഗോൾ ഉണ്ട്, ഇത് ടീമിൻ്റെ അടുത്ത് സംസാരിക്കണോ വേണ്ടതെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. ടീമിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, വെനെവർ യു ഡിസ്കസ് വിത്ത് ദ ടീം 70% നിങ്ങൾ എന്താ സംസാരിക്കാൻ വന്നത്, 20% യു ഓൾവേസ് ഷെയർ വിഷൻ. എന്ത് വിഷനാണോ നിങ്ങൾക്കുള്ളത് അതൊന്ന് 10% ഒരു ഹ്യൂമർ ഒന്ന് കളിച്ചിരിച്ച് ആ രീതിയിലുണ്ടാവും. ഇതെപ്പോഴും ബാലൻസ് ചെയ്യണം. നമ്മളെപ്പോഴും കാര്യങ്ങൾ മാത്രം സംസാരിച്ചിട്ട് വിഷൻ ഷെയർ ചെയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ ഗ്രോത്ത് ആയിട്ടുള്ള ആൾക്കാർ അവിടെ നിൽക്കൂല, ഉറപ്പായിട്ടും നിൽക്കൂല. അപ്പം അതുപോലെ എന്തൊക്കെ കാര്യങ്ങളോ കമ്പനീൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്യുന്നത്, ചെറുതാവട്ടെ വലുതാവട്ടെ, ഇറ്റ് ഹാസ് ടു സ്പീക്ക്. ബിക്കോസ് വെൻ യു ആർ എ സ്മോൾ കമ്പനി യു ആർ നോട്ട് അഫോർഡ്, നിങ്ങൾക്ക് വലിയ പൈസ ഉള്ള ഒരാൾ അഫോർഡ് ചെയ്യാൻ പറ്റൂല. കറക്റ്റ്. അപ്പം കമ്പനി കൾച്ചർ കണ്ടിട്ട് വരുന്ന ആൾക്കാരെയാണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ. ഈ കമ്പനി കൾച്ചർ എന്ന് പറയുമ്പോൾ എഴുത്തല്ലാണ്ട് പിന്നെ സോഷ്യൽ മീഡിയ പറയുമ്പോൾ എന്താണ് സോഷ്യൽ മീഡിയ ചെയ്യേണ്ടത്? ഫസ്റ്റ് തിങ് ഇസ് കമ്പനി കൾച്ചർ ഇസ് നോട്ട് അബൌട്ട് പുട്ടിങ് എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ സോഷ്യൽ മീഡിയ. ഇറ്റ്സ് ഫസ്റ്റ് തിങ് ഇസ് അങ്ങനെ ഒരു സംഭവം നമ്മളെ കൂടെ ഉണ്ടാവണം. നമ്മളെ ലീഡേഴ്സിനുള്ള ശരിക്കില്ലതായിരിക്കണം, വെറുതെ നമ്മൾ എഴുതിയിട്ട് കാര്യമില്ല. അതായത് സ്പേസ് ഉണ്ടാണ് ആൾക്കാർക്ക് സംസാരിക്കാൻ വേണ്ടി. ഞാൻ ഈയിടെ പഠിച്ച ഒരു സംഭവമാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് അനോളജി വിച്ച് ഐ യൂസ് ടു മാനേജ് പീപ്പിൾ റൈറ്റ് നൗ. അതായത് 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും നമ്മുടെ കമ്പനിയിൽ. എവിടെ പോവാണെങ്കിലും ദർ വിൽ ബി 2 types ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ 4 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. വിൽ പുട്ട് ഇറ്റ് ദാറ്റ് വേ. ഒന്നാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത് വെരി കമ്മിറ്റഡ്, വെരി സ്കിൽഡ്. ഓക്കെ, ഇങ്ങനെയുള്ളവരാണ് നിങ്ങളുടെ ഒരു ക്വാഡ്രന്റ്. ഇങ്ങനെയുള്ളവരാണ് നിങ്ങളെ A players എന്ന് പറയാം. A players ആണ് ലീഡേഴ്സായിട്ട് മാറാം. ലീഡേഴ്സാണ് നിങ്ങൾ ആ പൊസിഷന്. അപ്പം ഞാൻ ഇന്ന് ഏജൻസിയിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് അവിടെ ഒരുപാട് ലീഡേഴ്സും A players ഉണ്ടോണ്ടാണ്. ഇവരൊരിക്കലും വിടാൻ പാടില്ല. യു ഷുഡ് ഹഗ് ദം, യു ഷുഡ് കീപ് ദം വിത്ത് യു. രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരുണ്ടാവും വെരി കമ്മിറ്റഡ് ആണ്, പക്ഷെ സ്കില്ല് കുറച്ച് കുറവായിരിക്കും. അവരെ ലേണർ എന്ന് വിളിക്കാം. ഓക്കെ, ഇവർ അടിപൊളിയാണ്. ഇവർക്ക് ചിലപ്പോൾ ഒരു 2-3 പ്രാവശ്യം ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പ്ലെയർ ആയിട്ട് മാറും. അപ്പോൾ ഇവരെ ഹാൻഡ് ഹോൾഡ് ചെയ്യുക, ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇവരെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പാടില്ല. ബിക്കോസ് ദേ ആർ ഷോയിങ് ദ കമ്മിറ്റ്മെൻറ്റ്. കറക്റ്റ്. മൂന്നാമത് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും കമ്മിറ്റ്മെൻറ്റ് തീരെയില്ല, ഭയങ്കര സ്കിൽഡ് ആയിരിക്കും. റൈറ്റ്. ഇങ്ങനെയുള്ളവരെ ഒരിക്കലും നിങ്ങളെ ഇനീഷ്യൽ നിങ്ങൾ കമ്പനി തുടങ്ങുമ്പോൾ ബോട്ടം ലൈനിൽ ഉണ്ടാവാൻ പാടില്ല. ബോട്ടം ലൈനിൽ നിങ്ങൾക്ക് എപ്പോഴും വേണ്ടത് ആറ്റിറ്റ്യൂഡ് കൂടുതലും സ്കില്ല് കുറച്ച് കുറഞ്ഞാലും സാരമില്ല ഉള്ളവർക്കാണ്. പക്ഷെ നിങ്ങൾ ടോപ്പ് ലൈനിൽ, അതായത് നിങ്ങൾ ടോപ്പ് ലൈനിൽ ഒരാളെ ഹയർ ചെയ്യുന്നത് എന്തിനാ? ഒരു സംഭവം ഇന്ന കാര്യങ്ങൾ നിന്റെ ഗോൾ എന്ന് വെച്ചാൽ റവന്യൂ എടുത്തേക്ക് എത്തിക്കാനാണ്. അപ്പം അവൻ്റെ മെയിൻ അജണ്ട ഇസ് ഈ ഒരു പർപ്പസാണ്. അപ്പോൾ ടോപ്പ് ലൈനിൽ നിങ്ങൾ ഹയർ ചെയ്യുമ്പോൾ സ്കില്ല് കുറച്ച് കൂടുതലും കമ്മിറ്റ്മെന്റ് കുറച്ച് കുറഞ്ഞാലും സാരമില്ല. സ്കില്ല് വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ ആണ് ടോപ്പ് ലൈനിൽ. നാലാമത്തെ ടൈപ്പ് ആൾക്കാരുണ്ടാവും സ്കില്ലും ഇല്ല കമ്മിറ്റഡും ഇല്ല, കുപ്പത്തൊട്ടി ഇവരെ പുറത്താക്കാം. കാരണം ദീസ് പീപ്പിൾ വിൽ സ്പ്രെഡ് എ ലോട്ട് ഓഫ് തിങ്സ് വിത്തിൻ ദ കമ്പനി. ദീസ് പീപ്പിൾ വിൽ നോട്ട് ഡു എനിത്തിങ്. അങ്ങനെയുള്ള ഒരാൾ ടീം മെമ്പേഴ്സിൽ ഉണ്ടെങ്കിലും അത് പ്രശ്നമാണ്. അപ്പം ഇത് കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു വാക്ക് ഇൻ ടു ദ കമ്പനി യു ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് ഹു ആർ A players and things like that. And then you spend a lot of time with these A players. Right? ആ രീതിയിലാണ് ഹൗ ഐ ഓപ്പറേറ്റ്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് ആ മെറ്റ റേബാൻ വാങ്ങിച്ചിട്ട് റേബാൻ ഗൈസ് ഷോ മീ ദ A players അങ്ങനെയൊക്കെ ഉണ്ടാവും മതിയില്ല കുറച്ച് കഴിഞ്ഞാൽ. ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ ഗ്ലാസ് ഇടുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ ABCD. D ഉണ്ടല്ലോ തട്ടിക്കോ, C ഉണ്ടല്ലോ ട്രെയിൻ ചെയ്യണം, B ഉണ്ടല്ലോ ഓക്കെ ഹീസ് ഓക്കെ A player. പ്രോബബ്ലി നമ്മൾ അത് GPT അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു AI എഞ്ചിൻ ഉണ്ടാവുമല്ലോ, അതിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ഗെറ്റ് ഈസിയർ ഐ ഗസ്. അതായത് ഇപ്പം ഇത് ഈസിയർ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരിക്കലും ഓരോ ആൾക്കാരെ ജഡ്ജ് ചെയ്യില്ല. ബട്ട് സ്റ്റിൽ
ഞാൻ എൻ്റെ ഭാഗത്തൊരു പ്രോബ്ലം വരുമ്പോൾ ഞാൻ എപ്പോഴും നോക്കും, ഇസ് ഇറ്റ് എ കമ്മിറ്റ്മെൻറ്റ് പ്രോബ്ലം ഓർ എ കേപ്പബിലിറ്റി പ്രോബ്ലം. അപ്പം എൻ്റെ കമ്പനിയിൽ വരുന്ന എല്ലാ പ്രോബ്ലത്തിനെ 2 ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അപ്പം കമ്മിറ്റ്മെൻറ്റ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമിൻ്റെ ഇടയിലുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങൾ, കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്മിറ്റ്മെൻറ്റ്. അപ്പം കമ്മിറ്റ്മെൻറ്റ് കേപ്പബിലിറ്റി പ്രോബ്ലം ആണെങ്കിൽ എനിക്കറിയാം, അവിടെ ട്രെയിനിങ് കൊടുത്താൽ മതി, ഞാൻ പിന്നെ അവിടെ കുറേ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂ ആണെങ്കിൽ അത് HR ത്രൂ പോയിട്ട്, അപ്പം ഇറ്റ്സ് ഈസി ടു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം, ഇറ്റ്സ് ഈസി ടു സോൾവ്. ബിക്കോസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഇപ്പം ഇഫ് ഇറ്റ്സ് എ സ്കിൽ പ്രോബ്ലം ദെൻ നെക്സ്റ്റ് തിങ് ചെയ്യേണ്ടത് ട്രെയിൻ ചെയ്യാന്നുള്ളത്. അതെ, അപ്പം ദാറ്റ് ഹെൽപ്സ് എ ലോട്ട്, റൈറ്റ്, ഇൻ സോൾവിങ് ദ പ്രോബ്ലം. അതേപോലെയാണ് നമ്മളെ ടീം മെമ്പേഴ്സ്, ഇപ്പോൾ കൾച്ചർ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ വി ഓൾസോ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് it's not just the company which needs to be hitting the goal. നമ്മളെപ്പോഴും win philosophy എന്നൊക്കെ പറയും. Company has to win, team has to win, and then the founder, business owner also has to win. Correct, right? അപ്പം ഈ 3 ആൾക്കാർ, ക്ലയന്റ്, ഒന്ന് നമ്മളെ കമ്പനി, ഒന്ന് നമ്മളെ ടീം മെമ്പർ, ക്ലയന്റ്, പിന്നെ ക്ലയന്റ്. അതായത് കമ്പനി വിൻ ചെയ്യുമ്പോഴാണ് ബിസിനസ് ഓണർ വിൻ ചെയ്യുക. അതെ, പിന്നെ ക്ലയന്റ് വിൻ ചെയ്യണം. ഓക്കെ, കമ്പനിയും ക്ലയന്റും വിൻ ചെയ്തു, ടീം വിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ലോങ് ടേമിലേക്ക് പോകില്ല. അപ്പം ഈ 3 കാര്യങ്ങൾ ക്ലയന്റ് വിൻ ചെയ്താലേ ഇതൊക്കെ നടക്കുള്ളൂ. പക്ഷെ ഇവിടെ കുറെ പ്രാവശ്യം നമ്മൾ എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് വിൻ ചെയ്യുന്നുണ്ടാവാം, ക്ലയന്റ് വിൻ ചെയ്യുന്നുണ്ടാവാം, ടീം വിൻ ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പം ടീമും വിൻ ചെയ്യുന്നുണ്ടാവും, ക്ലയന്റും വിൻ ചെയ്യുന്നുണ്ടാവും, ബിസിനസ് ഫൗണ്ടർ സാലറി ഒന്നും എടുക്കുന്നുണ്ടാവില്ല. ഇതും പ്രശ്നമാണ്. ഫൗണ്ടറിന്റെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഹി വിൽ ഹാവ് ദി ടൈം. ഞാനെപ്പോഴും ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാൻ എല്ലാം ഡെലിഗേറ്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഇരുന്ന സമയത്താണ് എനിക്ക് ബോറടിച്ചു തുടങ്ങിയത്. ഈ ബോറടിച്ചപ്പോഴാണ് അടുത്ത് എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുബായിൽ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാക്കിയിട്ട് ചെയ്തത്. അപ്പം നിങ്ങൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഗ്രോത്ത് ഉണ്ടാവും. കാരണം ബിസി ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഗ്രോത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂല. ഞാൻ എൻ്റെ ടീമിനോട് പറയും, എന്നെ ഒരു പണി എടുപ്പിക്കരുത്, എന്നെ മാക്സിമം ഫ്രീ ആക്കിയാൽ ഞാൻ വേറെ പുതിയ സാധനങ്ങൾ കൊണ്ടുവരും. അപ്പൊ നമുക്ക് കൂടുതൽ പണി തരാം, പണി തന്നുകൊണ്ടേ ഇരിക്കാം. ആ ചാലഞ്ചസ് എപ്പോഴും ഉണ്ടാവും. അപ്പം സം ടൈം യു ഹാവ് ടു സിറ്റ് ഐഡിൽ. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ ഗ്രോത്ത്. നമ്മൾ എപ്പോഴും ബിസിയാണ് കാര്യങ്ങളിൽ. നമുക്ക് ഈ നെക്സ്റ്റ് ഗ്രോത്തിനെ കുറിച്ച്, വിഷനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല. കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, എന്നെ വെറുതെ ഇരുത്താം, എന്നെ കൊണ്ട് ഒരു പണി എടുപ്പിക്കരുത്, അതാണ് നിങ്ങളുടെ ഉദ്ദേശം. അപ്പം ആ കാര്യങ്ങൾ നടക്കാന്നുള്ളതാണ്. പിന്നെ വി ഓൾസോ ഡു സംതിങ് കോൾഡ് personal aspiration every year. അപ്പം within the players and department heads and things like that. അവരെ ഇപ്പം I know what is the എന്താ പറയുക ഡ്രീം ഇൻകം ഓഫ് എവറി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫ് മൈൻ. അവരെ വീട്ടിൽ എന്താ നടക്കുന്നുള്ളത് എനിക്കറിയാം. അവര് എന്ത് കാര്യങ്ങളാണ് അവർക്ക് ബുദ്ധിമുട്ടുള്ളത്, അവരെ നീഡ് എന്താ, ആർക്ക് പിന്നെ വീട്ടിൽ നമുക്ക് വണ്ടി വാങ്ങണം, ആർക്ക് വീട് കെട്ടാണ്ട്, അപ്പം എല്ലാ കാര്യങ്ങളും വി ഡു ദിസ് ആക്ടിവിറ്റി. കൊല്ലത്തിലൊരിക്കൽ we do this activity, and my job right now, which I believe, is to make sure that these people are hitting their dreams, whatever that is written on their personal aspiration doc, and their job is to make sure that the company is growing. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യും, അത് ടൈ അപ്പ് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ, ഇഫ് ദിസ് പേഴ്സൺ വോണ്ട്സ് ടു ഹിറ്റ് ദിസ് പെർട്ടിക്കുലർ നമ്പർ, ഐ വിൽ ടെൽ ദം, നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് എത്തിക്കഴിഞ്ഞാൽ യു ഓട്ടോമാറ്റിക്കലി ടേക്ക് ദാറ്റ്. അപ്പൊ പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, അത് ഈ എത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെ കമ്പനിയല്ലേ എത്തുള്ളൂ? ഹൗ ഡസ് ദ ആ ടീം മെമ്പറിന് എങ്ങനെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ടീം ലീഡിന് എങ്ങനെ അറിയാൻ പറ്റും എൻ്റെ സാലറി കൂടെ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള മൊത്തം കാര്യങ്ങൾ ആ ടീമിന് അറിയാം. എവറിത്തിങ് നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, റവന്യൂ തരാത്ത ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ റവന്യൂ തരാത്ത ഡിപ്പാർട്ട്മെന്റും കമ്പനിയും എല്ലാവരും ഗ്രോ ചെയ്യും. കറക്റ്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് അവരുടെ സാലറി, അവരുടെ ടീമിന്റെ സാലറി, ആ റവന്യൂവിന്റെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്താ, indirect expense on the everything is visible to them. Okay. We give them. Okay. Right, and then we tell them, see, this is your revenue. Okay. If your department's revenue hit this particular benchmark, okay, you, whatever the dreams you have written, no, like the income, itra incentives you will be able to be a reverse engineer. Oh, right. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ he has a clarity. എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഐ എം ഓട്ടോമാറ്റിക്കലി ഹിറ്റിംഗ് ദാറ്റ് നമ്പർ. അപ്പോൾ ഞാൻ 12 മാസം കൊണ്ട് എത്തേണ്ട സാധനം ഞാൻ 3 മാസം കൊണ്ട് എത്തി. Will you give me? Yes, it is completely his സ്കില്ലും കാര്യങ്ങൾ വെച്ചിട്ടാണ്. So this is how I run the whole agency ecosystem, where I have a lot of mini CEOs in my department and they take care of their department. When that is അത് ഗ്രോ ചെയ്യുമ്പോൾ they are also growing. അതായത് ബേസിക്കലി ഒരു ഏജൻസിൻ്റെ ഉള്ളിൽ തന്നെ മിനി ഏജൻസീസ് ഉണ്ട്. സിഒക്ക് ഒരു ഏജൻസി,
അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഒരു ഏജൻസി, എന്നിട്ട് അതിൻ്റെ ഹെഡാണ് അതിൻ്റെ CEOs. അപ്പോൾ ദേ ടേക്ക് കെയർ ഓഫ് അവരെ ഡിപ്പാർട്ട്മെന്റ് മാർക്കറ്റിംഗ്, ദേ ടേക്ക് കെയർ ഓഫ് ആ ഡിപ്പാർട്ട്മെന്റ് മന്ത്ലി ലീഡ്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്, ഇറ്റ്സ് ദെയർ ജോബ്, മേക്ക് ഷുവർ ദാറ്റ് ലീഡ്സ് വരുന്നു എന്നുള്ളത് അവരെ ജോബാണ്. പിന്നെ ഒരു പ്രൊഡക്റ്റ് ഹെഡ് ഉണ്ടാവും, പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പോവാം. ചേണ് കുറയ്ക്കാം, അതായത് ചേൺ ഒരിക്കലും നമുക്ക് സീറോ ആക്കാൻ പറ്റൂല. അതായത് എംപ്ലോയീസ് വിട്ടുപോകും, എംപ്ലോയീസ് അല്ല ക്ലയൻസ്, റൈറ്റ്? ക്ലയൻസ് ഒരിക്കലും നമുക്ക് സീറോ ആക്കാൻ പറ്റൂല. സം ക്ലയൻസ് വിൽ ലീവ് എനിവേ. അപ്പം പക്ഷെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയാം 25% ആണ്. സോ വി ഹാവ് എ പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്. 25% വിത്തിൻ ഹൗ മെനി മന്ത്സ് ഓർ ഹൗ മെനി ഇയേഴ്സ്? അതായത് ഒരു ഇയർ എടുക്കുമ്പോഴേക്ക് 25% ക്ലയൻസ്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് 25% എങ്കിലും ഏജൻസി എക്കോസിസ്റ്റത്തിൽ പോകും എന്നുള്ളതാണ് ഫ്രം മൈ അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഞങ്ങൾ ഗോൾ വെച്ചിട്ടുണ്ട്, ഇതിന്റെ താഴെ ആയിരിക്കണം നിങ്ങൾ കീപ്പ് ചെയ്യുന്നത്. 25% താഴെ ആയിരിക്കണം. അപ്പൊ ഇത് ഞങ്ങൾ ക്വാർട്ടർലി നോക്കും, എല്ലാ ക്വാർട്ടർ ടു ക്വാർട്ടർ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ക്ലയൻസിന് ഓൺ ബോർഡും ചെയ്തുകൊണ്ട് വെക്കും, കാരണം 25% പോകാനുള്ളതാണ്. അപ്പം പോകാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ചില ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അത് 25% ഒന്നും അല്ല, 10% താഴെയുള്ള ചില ഡിപ്പാർട്ട്മെന്റ്, പക്ഷെ അതിനേക്കാളും കൂടുതലുള്ള ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്. അപ്പൊ സോ വി അണ്ടർസ്റ്റാൻഡ് ക്വാർട്ടർ ടു ക്വാർട്ടർ ആയിട്ട്. കെയർ ആൻഡ് ക്യൂർ അഞ്ജുവലായിട്ട് ക്ലയന്റ്, നമുക്ക് ഒരു 4 ക്ലയന്റ് ഉണ്ടാവും അഞ്ജുവലായിട്ട്. നമ്മൾ എന്തെങ്കിലും എനിക്ക് എന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും അവാർഡ് താടോ, ഞാൻ ഇപ്പൊ കെയർ ആൻഡ് ക്യൂറില്ല, അത് വേറെ കാര്യം. ഞങ്ങളിപ്പോ പോസ്റ്റ് ഇടാൻ വിചാരിച്ചു. ഞങ്ങളിപ്പോ ആ ഒരു സീരീസ് തുടങ്ങിയത് ലാസ്റ്റ് 2 weeks മുമ്പാണ് എനിക്ക് മനസ്സിലായി, എടാ കുറെ നമ്മൾ പണ്ട് മുതലുള്ള കമ്പനി ഉണ്ട്, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൂടെ. ലൈഫ് ടൈം വാല്യൂ ഒക്കെ ഭയങ്കര ഹൈ ആട്ടോ ആണ്. കാശ് കുറച്ച് കയറിയിരിക്കും, പക്ഷേ ഓക്കെ. ആ രീതിയിൽ ഇപ്പം ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ, ബിസിനസ് ഹെഡിന്റെ ജോബാണ്. മുമ്പൊക്കെ ഈ ബിസിനസ് ഹെഡിന്റെ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻസിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത് നോക്കാം. ഇപ്പം അത് മാറിയിട്ട് അവരെ ഡിപ്പാർട്ട്മെന്റ് റവന്യൂ, അവരുടെ ഡിപ്പാർട്ട്മെന്റ് മാർക്കറ്റിംഗ്, അവരുടെ ഡിപ്പാർട്ട്മെന്റ് ലീഡ്സ്, അവരുടെ ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്റ്റ്, പ്രൊജക്റ്റ് മൊത്തം ദേ ഹാവ് ടു ടേക്ക് കെയർ. അല്ല, അവരുടെ ഡിപ്പാർട്ട്മെന്റ് ലീഡ്സ് അവരെങ്ങനെ, ഹൗ ഡു ദേ ഡു? നമുക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ബിസിനസ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അതെ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ലീഡ്സ് കൊടുക്കേണ്ടത്. അതെ, സംബഡി ഹാസ് ടു സിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ, പറഞ്ഞു കൊടുക്കണം എനിക്ക് എങ്ങനെയാ ലീഡ് കൊണ്ടുവരേണ്ടത്. അല്ല, ഇപ്പം പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾ ടുഗെദർ മന്ത്ലി ഒരു ലീഡ് വരും, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പൊ ചില ഡിപ്പാർട്ട്മെന്റ് ഗ്രോ ചെയ്യും, അതെ, ചില ഡിപ്പാർട്ട്മെന്റ് അവിടെ തന്നെ സ്റ്റാൻഡ് സ്റ്റിൽ ആവും. അപ്പം എനിക്കൊരു 7 ഷോപ്പ് ഉണ്ട് വിചാരിച്ചു, 3 ഷോപ്പ് ഗ്രോ ചെയ്യുന്നുണ്ട്, 4 ഷോപ്പ് തീരെ ഗ്രോ ചെയ്യുന്നതിന് ഞാൻ മൈൻഡാക്കാതെ ഞാൻ നടക്കൂലല്ലോ. കറക്റ്റ്. ഐ ഹാവ് ടു ഗിവ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എവറി ഡിപ്പാർട്ട്മെന്റ്. സോ ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഗോളാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഗോൾ അനുസരിച്ചിട്ടുള്ള ലീഡ്സ്. ലെറ്റ്സ് സേ ദേ ഹാവ് ടു, നമ്മൾ ഒരു 2% to 5% ആണ് നമ്മൾ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട്, ഐ മീൻ ആഡ്സ് ത്രൂള്ള ക്ലോസിങ്. അപ്പം നമ്മൾക്ക് ഒരു 5 lakhs ക്ലോസിങ് പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് നടക്കണം എന്നുണ്ടെങ്കിൽ എത്ര ലീഡ്സ് വരണം, റൈറ്റ്? വി റിവേഴ്സ് എഞ്ചിനീയർ, അതായത് വി ഹാവ് ഗിവൺ ദം എ ഫ്രെയിം വർക്ക്. അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റും മന്ത്ലി OKR ഉണ്ട്. ഈ OKRൽ ദേ ഹാവ് ടു ഫിനാൻഷ്യൽ, ഫങ്ഷണൽ, ഓപ്പറേഷണൽ, ഹയറിംഗ്, R&D, ലേണിംഗ്, ഇങ്ങനെ 7 മെട്രിക് വെച്ചിട്ട് ദേ ഹാവ് ടു ഫിഗർ ഔട്ട് സ്റ്റാർട്ടിങ് ഫ്രം വാട്ട് ഈസ് മൈ ഡിപ്പാർട്ട്മെന്റ്സ് ആസ്പിറേഷണൽ റവന്യൂ, എന്താണ് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് റവന്യൂ. ഈ ആസ്പിറേഷണൽ റവന്യൂ ഓഫ് യുവർ ഡിപ്പാർട്ട്മെന്റ് ഈസ് ടൈഡ് ടു ആസ്പിറേഷണൽ റവന്യൂ ഓഫ് ദ ടീം ലീഡർ ആണോ? ആണ്. നമ്മളൊന്ന് കൊടുക്കും. ഇപ്പം എൻ്റെ കമ്പനി ഓൾ ടുഗെദർ എനിക്ക് മന്ത്ലി 1 CR എറ്റ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് സോഷ്യൽ മീഡിയ എത്ര എറ്റ് ചെയ്യണം, പെർഫോമൻസ് എറ്റ് ചെയ്യണം, SEO എത്ര എറ്റ് ചെയ്യണം കൊടുക്കും. ഇന്ന ക്വാർട്ടർ എത്തുമ്പോഴേക്ക് ഇന്ന് എറ്റ് ചെയ്യണം. അവരതിനെ ഡിവൈഡ് ചെയ്തിട്ട് വെക്കും. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ ലെറ്റ്സ് സേ നമുക്ക് ആ നമ്പർ കിട്ടി, നമുക്ക് ഇത്ര റവന്യൂ ആണ് എൻ്റെ വേണ്ടത്. കമ്പനി തീരുമാനിച്ചു, ആസ് എ CEO നീ തീരുമാനിച്ചു എനിക്ക് ഇത്ര റവന്യൂ എത്തണം. അവർക്ക് അതിന് കൂടുതലും ചെയ്യാം, കുറവും ചെയ്യാം. ഓക്കെ, അവർക്ക് ഇത്ര മതി എന്നുള്ളതാണെങ്കിൽ അത് ഞാൻ ആ ഫ്രീഡം ഡെസിഷൻ മേക്കിംഗ് ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ്. അത് നമ്മൾ ബേസ് ലൈൻ നീ സെറ്റ് ചെയ്യും, ഇതെങ്കിലും വേണം. ഇപ്പം നമ്മൾ ചേൺ ആയെങ്കിലും ഇതിന്റെ അപ്പുറത്ത് പോകാൻ പറ്റൂല എന്നുള്ളത് ക്വാർട്ടർ ടു ക്വാർട്ടർ നമ്മൾ വെരി ഹാർഡായിട്ട് ചെക്ക് ചെയ്യും. അപ്പം അത് ഞങ്ങൾ CCUT ഉണ്ട്, CCUT ആയിരിക്കും അത് മൊത്തം ചെയ്യുക. അപ്പോൾ CCUT വെച്ചിട്ടാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ദേ ഹാവ് ടു ആൻസർ ഇസ് വാട്ട് ഈസ് യുവർ ഫിനാൻഷ്യൽ ആസ്പിറേഷണൽ ഗോൾ, ഫിനാൻഷ്യൽ ഫങ്ഷണൽ. അപ്പം ഇത്രയാണ്. അത് അച്ചീവ് ചെയ്യുമ്പോൾ എത്ര പ്രോഫിറ്റബിലിറ്റി ഞാൻ അച്ചീവ് ചെയ്യണം എൻ്റെ ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഓൾസോ ദേ ഹാവ് ടു ആൻസർ. 30% ആണെങ്കിൽ എൻ്റെ ഡയറക്റ്റ് കോസ്റ്റ് ഇത്രയേ ഉണ്ടാകാൻ പാടുള്ളൂ. കറക്റ്റ്. നമ്മൾ ഓരോ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളിപ്പം സാലറി വേഴ്സസ് റവന്യൂ എന്നുള്ളത് മിനിമം 1:3 or 4 ഉണ്ടാവണം. അതായത് 3 or 4 എൻ്റെ 3 lakhs സാലറി ആണെങ്കിൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് റവന്യൂ 12 lakhs or 10 lakhs അബവ് ഉണ്ടാവണം
മനസ്സിലായി. ഓക്കെ. അപ്പോൾ 1:3 20-25% സാലറി നിൽക്കണം. റൈറ്റ്. അതാണ് നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കമ്പനി ഓൾ ടുഗെദർ. മനസ്സിലായി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാർക്കറ്റിംഗ് ഗോളാണ്. അപ്പം ഇത് ചെയ്യണമെങ്കിൽ എത്ര ലീഡ് ഞാൻ ജനറേറ്റ് ചെയ്യണം, റൈറ്റ്. അപ്പം ലെറ്റ്സ് സേ 100 ലീഡ്സ് ജനറേറ്റ് ചെയ്യണം. അതിൽ എത്ര ഇൻബൗണ്ട് വരണം, എത്ര ആഡ്സ് ത്രൂ വരണം. ഇൻബൗണ്ടിന്റെ ഞങ്ങൾ ക്ലോസിംഗ് റേറ്റ് ഭയങ്കര ഹൈ ആയിരിക്കും, 20% എബോവ് ആണ്. ആഡ്സ് ആണെങ്കിൽ 5% ആ രീതിയിൽ വരും. അപ്പം എത്ര ഇൻബൗണ്ട് ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ എത്ര സോഷ്യൽ മീഡിയ പോസ്റ്റ് ഞാൻ ഇടണം മന്ത്ലി, റൈറ്റ്. SEOയിൽ എത്ര ബ്ലോഗ് ഇടണം, ആഡ് ക്രിയേറ്റീവ് എത്ര കൊടുക്കണം. സോ എവറിത്തിങ് കംസ് അണ്ടർ ദാറ്റ്. മാർക്കറ്റിംഗ് കോള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിംഗ് ടീമിന് കൊടുക്കും. അപ്പോൾ ഞാൻ മാർക്കറ്റിംഗ് ടീമിൻ്റെ ജോബാണ് അത്ര ലീഡ്സ് ഇവർക്ക് മന്ത്ലി കൊടുക്കുക എന്നുള്ളത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ് ഡെവലപ്മെൻറ്റിൻ്റെ ജോബാണ് അത് ക്ലോസ് ചെയ്യുക എന്നുള്ളത്. ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓരോ ടീമിനും ഓരോ BD ഉണ്ടോ? അല്ലല്ല, ബിസിനസ് ഡെവലപ്മെൻറ്റ് അണ്ടറിൽ വി വിൽ ഹാവ് ഒരു സെയിൽസ് ഹെഡ്, ബിസിനസ് ഡെവലപ്മെൻറ്റ് ഹെഡ് വരും, സെയിൽസ് ട്രെയിനർ വരും, പിന്നെ ഓപ്പറേഷൻസ് ഹെഡ് വരും, നമ്മൾ CRM കാര്യങ്ങളൊക്കെ. അവർ അണ്ടറിൽ റീറ്റെയിനറിന് കുറച്ച് ആൾക്കാർ, 1 ടൈമിന് ആൾക്കാരുണ്ടാവും. ഓക്കെ. അപ്പോൾ റീറ്റെയിനറിൻ്റെ ആൾക്കാർ അണ്ടറിൽ ബിസിനസ് അവരാണ്. പക്ഷേ ഈ CEO ഹാസ് ടു സിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ടീം, അതായത് ഞാൻ പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് CEO ഹാസ് ടു സിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ടീം ആൻഡ് ദ ബിസിനസ് ഡെവലപ്മെന്റ് ടീം ഡെയിലി. അതായത് മാർക്കറ്റിംഗ് ടീമാണ് ലീഡ്സ് കൊണ്ടുവരിക, ബിസിനസ് ഡെവലപ്മെന്റ് ആണ് ക്ലോസ് ചെയ്യുക. പക്ഷേ പിന്നെ ഓപ്പറേഷൻസ് ആണ് CEO ആക്ച്വലി മാനേജ് ചെയ്യുന്നത്. ഇവര് ക്ലോസ്ലി ഇവരെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ. ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ നടക്കൂല. കറക്റ്റ്. അപ്പം ഇവർ ക്ലോസ്ലി ഇവർക്ക് അതിനുള്ള ചെക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡെയിലി മീറ്റിംഗ്. ഓക്കെ. അതിന്റെ മുമ്പ് ഈ മിനി CEOസിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് CEO ഇത് എവിടെ വരെ എത്തിക്കണോ ആസ് എൻ ഏജൻസി? എപ്പോഴും 0 to ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ ഏജൻസി എപ്പോഴും എത്തിക്കേണ്ട ഒരു പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് വരെ ആൾക്കാർ അഫോർഡ് ചെയ്യാൻ പറ്റുന്നിടത്തേക്ക് നിങ്ങൾ ഏജൻസി എത്തിക്കണം എന്ന് പറയും. അതായത് ഏജൻസി ഇത് ഒരു ക്ലയൻറ്റ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ അവരെ മൊത്തം ഡാറ്റ ഉള്ളത്. അപ്പം നമുക്കൊരു പുതിയ ഒരാളെ കൊണ്ട് അല്ലെങ്കിൽ തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ കൊണ്ട് അവിടെ റീപ്ലേസ് ചെയ്യുമ്പോഴാണ് ഇത് മൊത്തം പോകുന്നത്. ഇപ്പം എനിക്കുള്ള ഒരു ഫ്രീഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എ വെരി സീനിയർ പേഴ്സൺ ഈസ് ഗോയിങ്, ഐ ക്യാൻ ബ്രിങ് എ പേഴ്സൺ വിത്ത് എ വെരി ഗുഡ് സാലറി ഇൻ ടു ദാറ്റ് റോൾ. നമുക്ക് ചീത്ത ഉറപ്പാട്ടോ, ഈ ഫുൾ ഇംഗ്ലീഷ് പറഞ്ഞു, സോറി. അപ്പം ആ രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവർ നോക്കിക്കോളും. അപ്പം ഞാനെപ്പോഴും പറയും നിങ്ങൾ ഏജൻസി എത്തേണ്ട ആ പോയിന്റിലേക്കാണ്. അപ്പം എത്തുമ്പോൾ നിങ്ങൾക്ക് പേടി കുറച്ച് കുറവായിരിക്കും. അതായത് ഇവർ പോയി കഴിഞ്ഞാലും ഐ വിൽ ബി ഓക്കെ എന്നുള്ളതല്ല, നമുക്ക് അത് നല്ല പേയ്മെന്റ് കൊടുത്തിട്ട് അതേ പേയ്മെന്റ് കൊടുത്തിട്ട് വേറെ ആളെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. കൂടുതലും സംഭവിക്കുന്നുണ്ട്, നമ്മളെ കൂടെ കുറേ വർഷം ഉണ്ടായ ആൾക്കാർ പെട്ടെന്ന് പോകുമ്പോൾ നമ്മൾ വേറൊരു എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ ഫ്രഷറിനെ ഇടുമ്പോഴാണ് ഇത് മൊത്തം കാര്യങ്ങൾ പോകുന്നത്. അപ്പം ആ പൊസിഷൻ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ ടോപ്പ് ലൈനിൽ ഹയറിങ് നോക്കുമ്പോൾ സ്കില്ലാണ് കൂടുതൽ മെട്രിക്. അപ്പം ടോപ്പ് ലൈനിൽ സ്കില്ല് നല്ല അറിയുന്ന ആൾക്കാരെ ഹയർ ചെയ്യണമെങ്കിൽ എത്ര പൈസ നമ്മളൊരു ഏജൻസിക്ക് വേണം? കറക്റ്റ്. അവിടം വരെ എത്തിക്കലാണ്, അവിടെ വരെ എത്തിക്കുക. പക്ഷെ ഇപ്പം നിന്റെ ഒരു അഭിപ്രായത്തിൽ, ഇത്രയും ഉണ്ടാക്കിയ അഭിപ്രായത്തിൽ എത്രയാണ് ആ റവന്യൂ സ്റ്റേജ്? എത്രയാണ്? ഞാൻ ഏകദേശം ഒരു 30 to 40 lakhs ഫൗണ്ടർ ഡ്രൈവ് ചെയ്യണം പെർ മന്ത്. 30 to 40 lakhs ആകുമ്പോൾ നമുക്ക് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും, ടീം ഉണ്ടാവും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടീം ഡ്രൈവ് ചെയ്തു. സോ 0 to 40 lakhs ഇറ്റ്സ് ദ ഫൗണ്ടേഴ്സ് ജോബ് ടു ഗെറ്റ് ഇൻ ദർ. കാരണം അതെത്തിക്കഴിഞ്ഞാൽ 0 to 20 lakhs സിസ്റ്റം വാസ് നോട്ട് ഇനഫ് ഫോർ മീ. ബിക്കോസ് വെൻ ഐ വാസ് 0 to 20 lakhs ഉണ്ടാകുമ്പോഴേക്ക് എനിക്ക് പ്രോജക്ട് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നില്ല. ഇന്ന് എവറിത്തിങ് ഇസ് ഡൂയിങ് ബൈ പ്രോജക്ട് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് മീ ഇൻ ബിഗ് ടൈം. പിന്നെ ഒരുപാട് ടൂൾസ് കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ മൊത്തം സോഹോ എക്കോസിസ്റ്റത്തിലേക്ക് മാറി. അപ്പം അത് ആഫ്റ്റർ 30 എത്തുമ്പോഴാണ് അതും കൂടി എനിക്ക് അഫോർഡബിൾ ആവാൻ തുടങ്ങിയത്. അപ്പം ഈ പ്രോജക്ട് മാനേജർ ഉണ്ടാകുമ്പോൾ എനിക്ക് എന്ത് ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ആ പ്രോജക്ട് മാനേജറിനെ വിളിച്ചാൽ മതി. ഓക്കെ. അപ്പം അതുവരെ ആ ഒരു ഫൗണ്ടറിനെ ഡ്രൈവ് ചെയ്യണം. ഓക്കെ. ഈ 0 to 30 lakhs ബൂട്ട് സ്ട്രാപ്ഡ് ആണല്ലോ. പക്ഷെ ഇടയ്ക്ക് എനിക്കൊന്ന് നിങ്ങൾ പിന്നെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഫണ്ട്സ് പുറത്തിന് എടുക്കല്ലേ ഫോർ സം ടൈം? ചിലപ്പോൾ നമുക്ക് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കും. എന്നിട്ട് അതിന് ഒരു ലാഭത്തിന്റെ വിഹിതം കൊടുക്കും. ലാഭത്തിന്റെ വിഹിതം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും. അത് അവർ ചോദിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചു കൊടുക്കും. പക്ഷെ തൽക്കാലം ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാം. ക്യാഷ് ഫ്ലോ, കാരണം ഏജൻസി ബിസിനസ്സിൽ ഏറ്റവും ബുദ്ധിമുട്ടാണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. കാരണം എല്ലാ ക്ലയൻസിനും പേയ്മെന്റ് ടൈം ലൈൻ ഉണ്ടാവും, അത് ഭയങ്കര ലോങ് ആണ്. അപ്പം ഏജൻസി ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഞാനൊക്കെ വിചാരിക്കുന്നത്, ഞങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യുന്നത്, പണ്ടേ ഞാനൊരു CFOനെയും
ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വെക്കണമായിരുന്നു എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ചിലപ്പോൾ സേവ് ചെയ്യേണ്ട കുറച്ച് എമൗണ്ടും നമ്മൾ മാനേജ്മെന്റ് ഓഫ് ഫണ്ട്സ് എന്നൊക്കെ പറയുന്നില്ലേ, അല്ല ഇതൊക്കെ ഓൺ ദ ഗോ പഠിക്കാൻ പറ്റും. അതാണ് അപ്പൊ ഇതും ഞാൻ പറയുന്നത്, ഇതും ചിലപ്പോൾ ഇനി ഒരു 4 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ സിസ്റ്റം ആയിരിക്കൂല. കറക്റ്റ്. ഇപ്പൊ ഫിഗർ ഔട്ട് ചെയ്ത സിസ്റ്റം ആണ് ഇപ്പൊ ഞങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ട്. അതെ കറക്റ്റ്. അപ്പം വി ആർ കോൺസ്റ്റന്റ്ലി ട്രൈങ് ടു ഇവോൾവ് ആൻഡ് ബിൽഡ് എ സിസ്റ്റം. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പം വി ആർ ട്രൈങ് ടു ഓൺ ബോർഡ് ഒരുപാട് മെട്രിക്സ്, ഇപ്പൊ ക്ലയന്റ് സ്കോർസ്, NPS സ്കോർസ്, പിന്നെ നമ്മൾ ഈ ചേൺ റേറ്റ് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഓരോ ഡിപ്പാർട്ട്മെന്റ് ടീം ടു റവന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻഡയറക്റ്റ് കോസ്റ്റ് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്താണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്? എന്താണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്? ഫൗണ്ടർ സാലറി, പിന്നെ നമ്മൾ റെന്റ്, പിന്നെ ഇപ്പോൾ നമ്മൾ ദുബായിലൊക്കെ ഉണ്ടാകുമ്പോൾ അവിടുത്തെ സാലറി, ഇതൊക്കെ പിന്നെ ആഡ്സ്, ഇതൊക്കെ ഇൻഡയറക്റ്റ് കോസ്റ്റ് വരും നമുക്ക്. ദുബായിലത്തെ സാലറി എങ്ങനെ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആവുക? ദുബായ് നമ്മളിപ്പോൾ ഇവിടെ സെൻട്രലൈസ് ആക്കിയില്ല. അപ്പം ദുബായിലുള്ള ആൾക്കാരും വർക്ക് ചെയ്യുന്നത് നാട്ടിലത്തെ ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ടിയിട്ടാണ്. അതൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലല്ലോ, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വർക്ക് വരിക. അപ്പം നമ്മളെല്ലാം ചെയ്യും. ബേസിക്കലി ദുബായിലൊക്കെ BD അല്ലേ, ഓപ്പറേഷൻസ് ഉണ്ടോ? ദുബായിൽ നമ്മൾ ഒരു റീജിയണൽ ഹെഡ് ഉണ്ട്, പിന്നെ നമുക്ക് പ്രോജക്ട് മാനേജറിനുണ്ട്, പിന്നെ നമുക്ക് BD ഉണ്ട്, പിന്നെ നമ്മൾ ഒരു സോഷ്യൽ മീഡിയയും പിന്നെ പ്രൊഡക്ഷൻ ദുബായിലത്തെ ചെയ്യാൻ വേണ്ടി. അപ്പം റീജിയണൽ ഹെഡിന്റെ ജോബാണ് അഗെയിൻ ഇത് മൊത്തം നോക്കാൻ. അവനക്കും ഒരു ടാർഗറ്റ് ഉണ്ട്, ദുബായിൽ ഇത്ര എത്തണം എന്നുള്ള ടാർഗറ്റ് അവനക്കും ഉണ്ട്. അപ്പം ഇതൊക്കെ അല്ല ഇത് ഓക്കെ. ഇപ്പൊ 0 to 40 lakhs വരെ നീ ഡ്രൈവ് ചെയ്ത്, ഓക്കെ, ആ ജേണിയിൽ ഞാനും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല, OKR ഇല്ല, മിനി CEO ഇല്ല, ഒരു കോപ്പും ഇല്ല, ഒന്നുമില്ല. ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആൻഡ് വാട്ട് ഓൾ ഡിഡ് യു ഡു? എന്തൊക്കെയാണ് ചെയ്തത്? ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്തത്? പിന്നെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് എത്താൻ ഡിഡ് യു ട്രെയിനേഴ്സിന് ഹയർ ചെയ്തോ, അല്ലെങ്കിൽ കോച്ചസ് വേറെ വന്നിരുന്നോ? വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ്? ഹൗ ഡിഡ് യു ഫിഗർ ദിസ് ഔട്ട്? ഒന്ന്, ഞാൻ പണ്ട് മുതലേ, ഞാൻ ഇപ്പം ഷബാങ് പറഞ്ഞല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഉറ്റുനോക്കുന്ന ഒരു ഏജൻസിയാണ്. അപ്പം പണ്ട് മുതലേ ഇവരെ കൂടെ ഒക്കെ ഐ യൂസ് ടു നെറ്റ്വർക്ക് ടോക്ക് എന്നുള്ളത്, ഷാൻ്റെ കൂടെ ഒരുപാട്. അപ്പം ഇതിലൊക്കെ ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ തലയിലൊരു സാധനം കിട്ടും, ഈ സംസാരത്തിൽ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ. അത് ഞാൻ ഓൾവേസ് ഐ ഹാവ് ട്രൈഡ് ടു ഇംപ്ലിമെൻറ്റ്. പണ്ട് ഷാൻ്റെ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴാണെങ്കിൽ ഈ പ്രോഫിറ്റ് ഷെയർ എന്നുള്ള ഒരു സംഭവം കിട്ടിയ, അതിൻ്റെ പ്രോഫിറ്റ് ഷെയറിൻ്റെ ഏറ്റവും ബേസിക് മോഡൽ അന്ന് ഞാൻ ചെയ്തിരുന്നു. കറക്റ്റ്. പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ അത് വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറെ, പക്ഷേ സംതിങ് വി ഹാവ് ഡൺ. കറക്റ്റ്, റൈറ്റ്. അപ്പം ഇപ്പം ഐ ഹാവ് കോച്ച്, മെൻറ്റർ ഉണ്ട്, പിന്നെ നമ്മൾ ഒരു ടീമിന്റെ കൂടെ സൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം എല്ലാ സ്ഥലത്തും ഞാൻ മെൻറ്റർ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഫിനാൻസ് ഏത് റവന്യൂലാണ് നിങ്ങൾ മെന്റേഴ്സിനെ ഹയർ ചെയ്യാൻ തുടങ്ങിയത്? നമ്മളൊരു ഇപ്പം ഒരു 40 lakhs കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കോച്ചസിനെ ഹയർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോച്ചുണ്ട്, ഫിനാൻസിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെൻറ്റർ ഉണ്ട്. ഇപ്പം നമ്മൾ ഇനി ഡൊമൈൻ എക്സ്പെർട്ടീസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാൾ ഇങ്ങനെ കൊണ്ടുവരാമെന്ന് ഇങ്ങനെ പ്ലാനിലുണ്ട്. എങ്ങനെയാണ് ഈ മെന്റേഴ്സിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഹൗ ഡു യു ഫൈൻഡ്? ഒന്ന്, നമ്മളെ തോട്ട് പ്രോസസ്സോ അവരെ തോട്ട് പ്രോസസ്സോ അലൈൻ ആവണം. 2, നമുക്ക് നമ്മളെ വീക്ക്നെസ് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കണം. അതായത് ഫിനാൻസിന്റെ വീക്ക്നെസ് എന്നുള്ള നല്ല ബോധ്യമുണ്ട്. അപ്പം അവിടെ നമ്മൾ കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവരാം, അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ സ്ഥലത്തും നമുക്ക് പറ്റാത്ത കാര്യങ്ങളിൽ കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവരാം, അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് ഫ്രീഡം, ഡെസിഷൻ മേക്കിംഗ്, അവരുടെ കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ പിന്നെ അപ്പം അതാണ് ആദ്യത്തെ സംഭവം. നമ്മളെ വീക്ക്നെസ് എന്താ, നമ്മളെ സ്ട്രെങ്ത് എന്താ. അപ്പം പീപ്പിൾ ഈസ് മൈ സ്ട്രെങ്ത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡെപ്ത്, നോൺ ടെക്നിക്കൽ ഈസ് മൈ സ്ട്രെങ്ത്, ടെക്നിക്കൽ വേർഷൻ അതിൻ്റെ അത്ര സ്ട്രെങ്ത് അല്ല. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരാം. ഡൊമൈൻ എക്സ്പെർട്ടീസ്, എനിക്ക് ഇതിൽ നിന്ന് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ലാർജ് ഏജൻസി റൺ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ എങ്ങനെ കൊണ്ടുവരും? ഈ ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിക്കുക? എങ്ങനെ കൊണ്ടുവരും? ലിങ്ക്ഡിനിൽ മെസ്സേജ് ചെയ്യുക, ദാറ്റ് ഈസി. പിന്നെ ചില കോച്ചിങ്ങിന് ചെയ്യുന്ന ആൾക്കാർക്ക് അവരതേ മോഡൽ ഉണ്ടാവും, പക്ഷെ ചില മെന്റേഴ്സിന് അവരിങ്ങനെ ചെയ്യുന്നൊന്നുണ്ടാവില്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ വെറുതെ മെസ്സേജ് ചെയ്യുമ്പോൾ അവർ റിപ്ലൈ ചെയ്യുന്ന, കോൾ ചെയ്യുന്ന, നമ്മളിങ്ങനെ ഭയങ്കര ഇങ്ങനെ തലയിൽ വെക്കുന്നതാണ് ചിലപ്പം. അതായത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാവരും റിപ്ലൈ ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കറക്റ്റ്. അപ്പം അവരെ ലിങ്ക്ഡിനിലൂടെ കണ്ടുപിടിക്കുക, ഹു ആർ ദ നമ്മളെ റേഞ്ചിൽ നമ്മളെക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക. ഇന്നൊരു 1500 മെമ്പർ 1800 മെമ്പറുള്ള ഏജൻസി
ഓണർ അടുത്ത് ഐ എം കോൺസ്റ്റന്റ്ലി ഇൻ ഡിസ്കഷൻ. ഞാൻ ചെയ്തതൊന്നുമില്ല, ലിങ്ക്ഡിനിൽ മെസ്സേജ് അയച്ചു, അവിടെ കണക്ട് ചെയ്യാൻ നമ്പർ വാങ്ങി, ഇപ്പോൾ വാട്സപ്പിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കണം അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യാം, പക്ഷെ യു ഡോണ്ട് ചോദിക്കുക, ആസ്ക്. നമ്മളൊന്നും ലൂസ് ചെയ്യുന്നില്ലല്ലോ. കറക്റ്റ്. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഫിനാൻസ് ആണ് ഒരു ഇത്. അപ്പം നമ്മൾ CFO കൊണ്ടുവന്നു. അപ്പം അതൊക്കെ കൊണ്ടുവന്നിട്ടുള്ള സിസ്റ്റമാണ് ഇത്. അപ്പം ഇതിൻ്റെ ഒരു റിസൾട്ട് വരണമെങ്കിൽ ഇനി ചിലപ്പോൾ ഒരു 1 year കഴിയുമ്പോഴാണ് ഇതൊക്കെ എവിടെ എത്തിയെന്നുള്ളത്. ഫങ്ഷനിലായിട്ടുള്ള നമ്മൾക്ക് എല്ലാ മന്തും ഒരു 4 hour മെൻറ്റർ കോച്ചിൻ്റെ കൂടെ വി ഹാവ് എ മീറ്റിംഗ്. അവിടെ മന്ത്ലി 4 hour to 8 hour. ഓക്കെ. അപ്പോൾ അവിടെ എൻ്റെ CCUT ആയിരിക്കും അവിടെ ഇരിക്കാം. അതായത് എനിക്ക് ഗ്രോത്ത് നോക്കാൻ ഒരാളുണ്ട്, ഓപ്പറേഷൻസ് നോക്കാൻ ഒരാളുണ്ട്. അപ്പോൾ ആസറാണ് ഓപ്പറേഷൻസ് മൊത്തം നോക്കുക, ആദർശ് ഗ്രോത്ത് നോക്കുന്നുണ്ട്, ദുബായ് മൊത്തം ഷബീർ നോക്കുന്നുണ്ട്. അപ്പം ഇവരെ കൂടെ ഇരുന്നിട്ട് ഐ ആം ഓപ്പറേറ്റിംഗ് ദിസ് കോച്ച്. കോച്ചിൻ്റെ കൂടെ ഞാൻ ഡയറക്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, നടക്കൂല. അതുകൊണ്ട് ഞങ്ങൾ ഹാരിസ് ഇരിക്കുന്നുണ്ടോ ആ മീറ്റിംഗ്? എല്ലാ മീറ്റിംഗിലും ഞാൻ ഇരിക്കും. ഐ ട്രൈ ടു എക്സിക്യൂട്ട് ത്രൂ ദം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അവർക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു എനിക്കൊന്നൊരു 40 lakhs മന്ത്ലി റവന്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയുന്ന ആൾക്കാരെ കോച്ചായിട്ട് ഹയർ ചെയ്യുക. അതായത് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ഒരു പോയിന്റ് എത്തുമ്പോഴേക്ക് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ അവിടെ എത്തിയ ആൾക്കാർ നമുക്ക് വന്ന് പറഞ്ഞു തരണം. ഇത് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ ഹാർഡ് വേയിൽ പഠിക്കാം. നമ്മളിൽ പൈസ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവരാം. അവർക്ക് അതിനുള്ള ഫ്രീഡം കൊടുക്കാം, നമ്മളത് അതിനുള്ള സപ്പോർട്ട് മാത്രം കൊടുക്കാം. അപ്പം നമ്മൾ പഠിക്കും. അതാണ് ഏറ്റവും ഈസി. അപ്പം ഞങ്ങളിപ്പം ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് അതാണ്. അവിടെ എത്തിയ ആൾക്കാർ അല്ലെങ്കിൽ അത് ചെയ്ത ആൾക്കാർ മുമ്പ് അവരെ കൊണ്ടുവരാം, ലെറ്റ് ദം ഡു ഇറ്റ്. അവർക്ക് അതിനുള്ള പേയ്മെന്റും കാര്യങ്ങളും കൊടുക്കാം. ആൻഡ് വി ജസ്റ്റ് സപ്പോർട്ട് ദം. ഒരു പോയിന്റ് എത്തുമ്പോൾ അല്ല, അത് ഇൻഹൗസ് ഹയർ ചെയ്യുന്ന കാര്യമല്ലല്ലോ പറയുന്നത്, കോച്ചായിട്ട് ഹയർ ചെയ്യാം. ഹൗസും ഹയർ ചെയ്യാം, കോച്ചായിട്ടും ഹയർ ചെയ്യാം. ഇപ്പോൾ ഇൻ ഹൗസിൽ ഒരു ഇപ്പോൾ ഏജൻസിനെ ഒരു 50 lakhs to ഒരു 2 crore 3 crore എത്തിയ ഒരാളുണ്ടെങ്കിൽ നമ്മളവർ ഇൻ ഹൗസ് ഹയർ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. അവർ ആ സംഭവം ചെയ്യാം എന്നുള്ളത്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അങ്ങനെ കമ്പനി നെക്സ്റ്റ് ലെവലിൽ ഗ്രോ ചെയ്യും. നമ്മളിതൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ വരുന്നത്, നമ്മൾ വീണ് കിട്ടുന്നല്ല. അതെ. അപ്പം ദ ബെസ്റ്റ് വേ ടു ലേൺ ഞാൻ മനസ്സിലാക്കണോടത്തോളം നമ്മളെക്കാളും ഒരു 2 പടി മുന്നില്ല ഒരുത്തനെ ഒന്നെങ്കിൽ ഇൻഹൗസ് എല്ലാ സ്റ്റേജിലും ഇങ്ങനെ ഒരാളുണ്ടാണ്. അപ്പൊ ഈ സ്റ്റേജിൽ എനിക്ക് മനസ്സിലായി ഇനി ഇതിന്റെ അപ്പുറത്ത് കൊണ്ടുപോകാൻ എനിക്ക് ആരെങ്കിലും പറഞ്ഞു തരണം, എനിക്ക് അറിയൂല. അപ്പം ഒന്നെങ്കിൽ ഞാൻ ഹാർഡ് വേ ചെയ്യാം, അല്ലെങ്കിൽ ലെറ്റ് മീ ബ്രിങ് സം വൺ ആൻഡ് ദേ പുഷ് മീ. അവർ വന്നിട്ട് ഇപ്പൊ കോച്ച് വന്നിട്ട് ഞാൻ 1 CR വെച്ചെങ്കിൽ അവർ വെക്കുന്നത് 2 CR ആണ്. അപ്പം അവരങ്ങനെ വെക്കുന്നുണ്ട്. അപ്പം അത് നമ്മളെ ലിമിറ്റേഷൻസിന്റെ കാര്യങ്ങളാണല്ലോ. പക്ഷെ എന്നാ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലടാ ഈ 100 കോടി ക്ലബ്ബ് കയറി പറഞ്ഞിട്ട്. ഇനി അതൊരു ടാർഗറ്റ് ആക്കണം, 100 കോടി ക്ലബില്ല ഫൗണ്ടേഴ്സ്. ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും വാല്യൂഷൻ വെച്ചിട്ടൊന്നും ഞങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ല. നിങ്ങളിപ്പോൾ 2 crore ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ 24 crores ആണ് നിങ്ങൾ ആനുവൽ റവന്യൂ 24 crores ആണെന്ന് വെച്ചാൽ പിന്നെ ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇല്ല ഒരു 4x വാല്യുവേഷൻ, ചുമ്മാ വാല്യുവേഷൻ. പക്ഷെ എന്നാലും പിന്നെ ക്ലോസ് ടു 96 crores ആയി വാല്യുവേഷൻ. ഫണ്ടിങ്ങിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാത്തതുകൊണ്ടായിരിക്കാം. That doesn't excite me. What we can only do is how can we reduce that any point of time. You can never make it zero. ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഏതൊരു പോയിന്റിൽ എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സിസ്റ്റംസ് ഇങ്ങനെ ഫാസ്റ്റായിട്ട് എഫിഷ്യൻസി എങ്ങനെ കൂട്ടാൻ പറ്റും, ക്ലൈൻ ചെയിൻ എങ്ങനെ കുറയ്ക്കാൻ പറ്റും, ഇത് വർക്ക് ആവില്ല, അപ്പോൾ വേറെ എന്ത് ചെയ്യാൻ പറ്റും. ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫാസ്റ്റായിട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യുക. സോ ഇപ്പോൾ ഏജൻസി ബിസിനസ് ചെയ്യുന്ന എനിക്ക് 100ൽ 90 ആളും എല്ലാ പോയിന്റിലും ചിലപ്പോൾ എല്ലാ ക്വാർട്ടറിലും ഇത് നിർത്തിയാലോ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ ഏജൻസി ഭണ്ഡാരം തുടങ്ങി കുടുങ്ങിയല്ലോ, ആ ഒരു ചിന്ത ഏത് റവന്യൂ സ്റ്റേജിൽ ഇത് പോവും? അത് റവന്യൂ സ്റ്റേജ് അല്ല, അത് ആൻസർ ചെയ്യണമെങ്കിൽ അതായത് ഇഫ് എവറി പ്രോബ്ലം ഇസ് കമ്മിങ് ടു യു, ക്ലൈൻറ്റ് പ്രോബ്ലം ഫ്രം മൈന്യൂട്ട് തിങ് ടു എവറിത്തിങ് എൽസ്, മന്ത്ലി പേ ചെക്ക് കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക, എല്ലാ പ്രശ്നങ്ങളും നമ്മളെത്തി വരുമ്പോഴേക്ക് ഇതെങ്ങനെയെങ്കിലും ഐ ഡു നോട്ട് വാണ്ട് എന്നുള്ളതല്ല. എപ്പം ആസ് എ ഫൗണ്ടർ ഇസ് ഗോയിങ് ഔട്ട്സൈഡ് ഓഫ് ദിസ് സർക്കിൾ, റൈറ്റ്? ഇന്ന് ആ പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല പറയുന്നത്, ആ പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത് എത്തുന്നില്ല. അത് ഫിൽട്ടർ ചെയ്തിട്ട് ഇപ്പം അസറാണ് എല്ലാ ആ പ്രശ്നങ്ങളൊക്കെ എടുക്കുന്നുള്ളത്. ആ പ്രശ്നങ്ങൾ എടുക്കാത്ത സമയത്ത് എനിക്കതൊന്നും വരാത്തപ്പോൾ ഞാൻ എന്താ ചിന്തിക്കുക, ഐ വോണ്ട് ടു ഗ്രോ. When you have a lot of problems, you feel like I do not want to grow. So as a founder, your primary job is figure out your agency people management in a way. ആ ഒരുപാട് പ്രശ്നങ്ങൾ ഡയറക്റ്റ് നിങ്ങളത്തേക്ക് എത്തുന്നതിന് പകരം
സിസ്റ്റംസ് ഉണ്ട് എല്ലാത്തിനും. അപ്പം ഇന്ന് ഐ ഫീൽ ലൈക്ക് ഐ വോണ്ട് ടു ഗ്രോ, ഐ വോണ്ട് ടു ഗോ US, ഐ വോണ്ട് ടു ഡു ദിസ്, ഐ വോണ്ട് ടു ഡു ദാറ്റ്. ബിക്കോസ് ഈ പ്രശ്നങ്ങളൊന്നും എൻ്റെ അടുത്ത് എത്തുന്നില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്തെങ്കിലുമൊക്കെ വെരി കോറായിട്ടുള്ള പ്രോബ്ലംസ് മാത്രമാണ്. അവിടെ ഒരു ക്ലയൻറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് പ്രോജക്ട് മാനേജ്മെൻറ്റ് എത്തുന്നുണ്ട്. പ്രോജക്ട് മാനേജ്മെൻറ്റ് കഴിഞ്ഞ് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ എത്തുന്നുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് അതും റെഡി ആവില്ലെങ്കിൽ പ്രോജക്ട് മാനേജ്മെൻറ്റ് ഹെഡിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് CCOട്ടിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. എന്നിട്ട് ഇറ്റ് കംസ് ടു മീ. അപ്പം ഐ ഹാവ് സ്പേസ് ടു ഗ്രോ ദിസ്. അപ്പം എപ്പോഴും ആ പ്രൈമറി പ്രോബ്ലംസ് എൻ്റെ മുമ്പിലേക്കാണ് ത്രോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓൾവേസ് വിൽ തിങ്ക് വി ഡു നോട്ട് വാണ്ട്. എനിക്ക് ഒരുപാട് മെസ്സേജസ് എടുത്തിട്ടുണ്ട് സ്മോൾ സ്കെയിൽ ഏജൻസി, ബൊട്ടീക്ക് ഏജൻസി ഓണേഴ്സിൻ്റെ നിന്ന്. പറ്റുന്നില്ല ആരിസ്ക, പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടത്, എൻ്റെ ഡ്രീമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഐ ബീൻ ദർ. ഞാൻ ഇല്ലാതൊന്നും പറയൂല. ഏജൻസി എന്ന് പറയുന്ന ഞാൻ എപ്പോഴും പറയാം, പേഷ്യൻസ് പഠിപ്പിക്കും. എനിക്ക് ക്ലയൻസിനോടും ഏജൻസി റൺ ചെയ്യാന്ന് പറയുന്ന അത്ര ഡിഫിക്കൾട്ടുള്ള ബിസിനസ്സാണ്. സ്കെയിലും പിന്നെ ക്വാളിറ്റിയും ഗ്രോത്തും പീപ്പിളും എല്ലാം ബാലൻസ് ചെയ്ത് പോകാന്നുള്ളതും ഡിഫിക്കൾട്ടുള്ള ബിസിനസ്സാണ്. ആൻഡ് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഒരു ബ്രാൻഡിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതാണ്. അപ്പം ദർ വിൽ ബി ഒരു കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ബട്ട് ഓൾ വി ഗോട്ട് ട്രൈ ഇസ് എത്ര എങ്ങനെയുള്ള ടീം നമുക്ക് എത്ര ക്വാളിറ്റിയിൽ അവരെ സെർവ് ചെയ്യാൻ പറ്റും, അക്നോളജ് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെപ്പോഴും വെക്കുന്നത്. ദാറ്റ് ഈസ് ബാക്ക്ഡ് ബൈ ഡാറ്റ. ഡാറ്റ എപ്പോഴും ഉണ്ടാണോ, യു ഹാവ് ടു നോ ദ മെട്രിക്സ് ഓരോ കാര്യത്തിൻ്റെയും. ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് ചിന്തിക്കുക. അല്ലെങ്കിൽ പറയും എനിക്ക് ഒരു 10 ക്ലയൻറ്റ് മതി, എൻ്റെ അപ്പുറത്ത് എനിക്ക് പോകാൻ ആഗ്രഹമില്ല എന്നുള്ളതിലേക്ക് എത്തും. അപ്പം ഞാൻ ഡേ 1 മുതൽ ഐ വോണ്ട് ടു ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി എ ലാർജ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് കാര്യമില്ലല്ലോ. ഓക്കെ, ഇനി എനിക്കൊന്ന് ഏജൻസി ബിസിനസ് എങ്ങനെ റൺ ചെയ്യണം ഏകദേശം ഒരു ഐഡിയ വ്യൂവേഴ്സിന് കിട്ടിയിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം അറിയേണ്ടത്, ഇപ്പോൾ കുറേ ക്ലയൻസ്, ഇപ്പോൾ ഇ കൊമേഴ്സ് ക്ലയൻസ് നിങ്ങളടുത്ത് വരും. ഇത് കാലാകാലവും ഏജൻസിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഏജൻസി വിൽ ഹാവ് എ ലിമിറ്റേഷൻ. കാരണം ഏജൻസിക്ക് വേണ്ട റീറ്റെയിനർ കിട്ടുന്നു, ഏജൻസി ഈസ് ഹാപ്പി. പക്ഷേ ഈ ക്ലയൻറ്റ് ഇൻറ്റേർണൽ ടീമിനെ ബിൽഡ് ചെയ്യണമല്ലോ. ഇങ്ങനെ ബിൽഡ് ചെയ്ത ക്ലയൻസ് നിങ്ങൾക്ക് ഉണ്ടോ? എപ്പോഴാണ് ആക്ച്വലി ദേ ഷുഡ് സ്റ്റാർട്ട് ലുക്കിംഗ് ഫോർ ബിൽഡിങ് ആൻ ഇൻറ്റേർണൽ ടീം? ഇതിൻ്റെ അകത്ത് കുറച്ചൊരു ഇൻസൈറ്റ്സ് തരാൻ പറ്റും. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ ക്ലയൻസിനുള്ള പ്രശ്നം നല്ല ഏജൻസീനെ ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അടുത്ത പ്രോബ്ലം പറഞ്ഞാൽ ഈ ക്ലയൻറ്റിൽ ഒരു ഇൻറ്റേർണൽ ടീമിനെ ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പ്രാവശ്യം ഇപ്പം ലാസ്റ്റ് 2-3 മന്തായിട്ട് ഒരു ട്രെൻഡോന്നും എനിക്കറിയില്ല, എനിക്ക് എൻക്വയറീസ് കുറേ വരുന്നത് ക്യാൻ യു ഹെൽപ്പ് us ബിൽഡ് ആൻ ഇൻറ്റേർണൽ ടീം. അതിപ്പോൾ ഞങ്ങൾ വേറൊരു സർവീസായിട്ട് ഇറക്കണമെന്ന് വരെ ചിന്തിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഒട്ടുമിക്ക നല്ല ബ്രാൻഡ്സും ഫൗണ്ടേഴ്സും വന്നിട്ട്. അപ്പം ഞാൻ അവരോട് പറയാറുണ്ട്, അതായത് ഈ ഫൗണ്ടർ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ടീമായിട്ട് ഇരിക്കാനൊക്കെ നടക്കൂല. നിങ്ങൾക്കൊരു ഇൻറ്റേർണൽ ടീം ഇല്ലെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി റെഡിയല്ല എന്ന് പോലും ഞങ്ങൾ ചിലപ്പോൾ പറയാറുണ്ട്, ഇൻറ്റേർണൽ ടീം ഇല്ലെങ്കിൽ റൈറ്റ്. അപ്പം ഞാൻ കാണുന്ന ഒരു നെക്സ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത്, ഇപ്പം ഇതുവരെ കമ്പനീസ് ഡയറക്റ്റ് ഏജൻസി ഓണേഴ്സിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുന്നത്, ഇനി കമ്പനീസ് വിൽ ബിൽഡ് ആൻ ഇന്റേണൽ മാർക്കറ്റിംഗ് ടീം. ചെയ്തേ പറ്റുള്ളൂ. ഈ മാർക്കറ്റിംഗ് ടീം ഡിസൈഡ് ചെയ്യും ഏത് ഏജൻസിൻ്റെ ഒക്കെ വർക്ക് ചെയ്യണം. ഇങ്ങനെയാണ് റൈറ്റ്ഫുൾ ആയിട്ട് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഇങ്ങനെ വരുന്ന ടീമിനൊക്കെ ഒരു കൺസൾട്ടന്റ് ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഷാനോട് തന്നെ ഒരുപാട് പ്രാവശ്യം തുടങ്ങിക്കൂടെ, ഞങ്ങൾ ആ റേഞ്ചിലാണെന്ന് തോന്നുന്നു. റൈറ്റ്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി, അതായത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഏജൻസി പോയി കഴിഞ്ഞാൽ ഫൗണ്ടേഴ്സിന് ഇതിൻ്റെ ഡാറ്റ കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്നതിനേക്കാളും നല്ലതാണ് ഉള്ളിൽ ഒരു IT ടീമോ മാർക്കറ്റിംഗ് ടീമോ എപ്പോഴും ഉണ്ടാകുന്നു. ചെറിയ അപ്പം ഇനി ഏജൻസി ഒരു പോയിന്റ് എത്തുമ്പോഴേക്ക് ഏജൻസി, അതായത് ഫൗണ്ടേഴ്സ് തിങ്സ് ദാറ്റ് എൻ്റെ ടീമിന് ഈ കാര്യങ്ങൾ, അതായത് അപ്പുറത്ത് കിട്ടുന്ന ടീമിനേക്കാളും നല്ല ആൾക്കാരെ ഹയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ല സാലറി കൊടുത്തിട്ട് ആൾക്കാരെ നിർത്താൻ പറ്റും, ഇതൊക്കെ റിട്ടൻഷന് കീപ്പ് ചെയ്യാൻ പറ്റും എന്ന് എപ്പോൾ തോന്നുന്നുണ്ടോ ആ സമയത്ത് ചിലപ്പം ഫൗണ്ടർ ഇൻഹൗസ് ആക്കാം. ഇൻഹൗസ് ആക്കുമ്പോഴും ഞാൻ പറയാം, യു ഹാവ് ടു കീപ്പ് എ കൺസൾട്ടൻറ്റ് അലോങ് വിത്ത് ഇറ്റ്. ഒരു ചിലപ്പം ഒരു 3-6 മാസം ആ ഏജൻസീനെ തന്നെ കൺസൾട്ടിങ് മോഡലിലേക്ക് ചെയ്തിട്ട് വി വിൽ എക്സിക്യൂട്ട്, യു കൺസൾട്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ പെട്ടെന്നൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല. ഒരിക്കലും ഫൗണ്ടേഴ്സ് കയറിയതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യാൻ നിന്നൂടാ. അത് ഞാൻ ഒരു ഏജൻസി ഓണറായിട്ട് പറയാമല്ല, എനിക്ക് കമ്പനിയുണ്ട്, ഐ എം ഓൾസോ റണ്ണിങ് എൻ അക്കാഡമി. അപ്പം ഐ ഡോണ്ട് ഡു മാർക്കറ്റിംഗ് ഓവർ റൈറ്റ്. ആ മാർക്കറ്റിംഗ് ടീമിൻ്റെ ജോബാണ് മാർക്കറ്റിംഗ് ചെയ്യാൻ. ഫൗണ്ടേഴ്സിൻ്റെ ജോബ് അവിടെ വിഷൻ ചെയ്യാം, റിപ്പോർട്ടിംഗ് കാര്യങ്ങൾ ചെയ്യാം, സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫൗണ്ടറിൻ്റെ ജോബ്. അതുകൊണ്ടായിരിക്കും ചിലപ്പം വി ആർ ഏബിൾ ടു സ്കെയിൽ ഫാസ്റ്റർ. അല്ല, ഞാൻ ഇപ്പം കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ലെഗസി കമ്പനി നമ്മളടുത്ത് വന്നു, ഏജൻസീൻ്റെ അടുത്ത് വന്നു,
അപ്പോൾ ഏജൻസി കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ ലെഗസി കമ്പനീൻ്റെ അടുത്ത് ഒരു റിസോഴ്സെങ്കിലും ഇതിന് വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റഡ് വേണ്ടേ? നിർബന്ധം. അതാണ് ഞാൻ പറഞ്ഞത്. ഏതർ യു ഹാവ് ടു കം ടു എ കൺസൾട്ടന്റ്. ആ കൺസൾട്ടന്റ് ആണ് ആ റിസോഴ്സ്. കൺസൾട്ടന്റ് ആണെങ്കിൽ കൺസൾട്ടന്റിന് അറിയാം ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഏജൻസി പോയാലും പോയില്ലെങ്കിലും കൺസൾട്ടന്റ് വിൽ ഹെൽപ്പ് യു. അതെ, ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഒരിക്കലും ഡയറക്റ്റ് ഒന്നുകൂടാന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലൊരു ടീം ബിൽഡ് ചെയ്യണം. അവിടെ ഒരു മാർക്കറ്റിംഗ് ഹെഡ് ഉണ്ടാകണം. മാർക്കറ്റിംഗ് ഹെഡിന്റെ ഡെസിഷൻ ആണ്. അതായത് മാർക്കറ്റിംഗ് ടീമിന് ഒരു ഗോൾ ഉണ്ടാവും, ഇത്രയാണ് റവന്യൂ അല്ലെങ്കിൽ ലീഡ്സ് കാര്യങ്ങളൊക്കെ. മാർക്കറ്റിംഗ് ഹെഡിന്റെ ഡെസിഷൻ ആണ് അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. അത് ഏജൻസിനെ വെച്ച് ചെയ്യാം. ഹീ ക്യാൻ ബിൽഡ് ഇൻ ഹൗസ് ടീം. ഓൾ ദ ഡെസിഷൻ ഇസ് മാർക്കറ്റിംഗ് ഹെഡിന്റെ ഡെസിഷൻ ആണ്. അപ്പം ഇങ്ങനെ ആവുമ്പോൾ ഇനി ഏജൻസി എത്ര പോയാലും പോയില്ലെങ്കിലും ഡാറ്റാസ് ഒക്കെ നിങ്ങളതിലുണ്ട്. സെക്കൻഡ് തിങ്, യു ഓൾസോ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു യൂസ് എൻ ഏജൻസി. ഒരു ഏജൻസിനെ യൂസ് ചെയ്യാനും പഠിക്കണം, റൈറ്റ്? അപ്പം ഏജൻസിൻ്റെ അപ്പുറത്ത് ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാകുമ്പോൾ ഇവരെ കൊണ്ട് എങ്ങനെ എൻ്റെ ഗോളിലേക്ക് എത്താം എന്നുള്ളതും ഒരു ക്ലാരിറ്റി ഉണ്ടാവണമല്ലോ, വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ ഫ്ലോ. ഓക്കെ, അപ്പം ഞാനെപ്പോഴും പറയും, നിങ്ങൾക്ക് റവന്യൂ ഗോൾസ് പോലും ഇല്ലെങ്കിൽ നമ്മൾ എത്ര ലീഡ്സ് വന്നിട്ട് കാര്യമില്ല. യു ഹാവ് ടു റിവേഴ്സ് എഞ്ചിനീയർ എന്നുള്ള രീതിയിലാണ്. അപ്പം ഈ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഫൗണ്ടർ ഒരിക്കൽ ഇരുന്ന് കഴിഞ്ഞാൽ ഫൗണ്ടർ വിൽ നോട്ട് യൂസ് ആ അപ്പുറത്തുള്ള ആൾക്കാരെ യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളെ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഒരു POC ഉണ്ട്. ആ POC നമ്മളടുത്ത് ഭയങ്കര എൻഗേജ്ഡ് ആവുന്ന ക്ലയൻസിന് വി ആർ ഏബിൾ ടു സെർവ് ബെറ്റർ, റൈറ്റ്? കൂടുതൽ റിസൾട്ട്സ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതൊരിക്കലും ഞാൻ ഞങ്ങളുടെ മാത്രം എടുക്കുന്നു പറയൂല. അവിടെ ഒരു കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടതുകൊണ്ടാണ് ദിസ് ഈസ് ഹാപ്പനിങ്. പക്ഷെ അത് ഡയറക്റ്റ് ഫൗണ്ടർ ആണ് ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഫൗണ്ടർക്ക് വേറെ കുറേ പ്രശ്നങ്ങളുണ്ട് അതിന്റെ ഇടയിലാണ്. അപ്പം യു കനോട്ട് എക്സ്പെക്ട്, ബിക്കോസ് ഗോൾസും ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഏജൻസി ഉണ്ടാവുക. അതില്ലാന്നുണ്ടെങ്കിൽ യു കനോട്ട് എക്സ്പെക്ട്, യു ഷുഡൻറ്റ് എക്സ്പെക്ട് ദാറ്റ് ഫ്രം എൻ ഏജൻസി എന്ന് ഞാൻ പറയും. ബേസിക്കലി ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്, ഒരു കമ്പനിക്ക് ഇൻറ്റേർണൽ ടീമിന് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഒരു POC ആ കമ്പനിയിൽ ഉണ്ടാവണം. പ്ലസ് യു ഹയർ എൻ ഏജൻസി. ഏജൻസി ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ POC ഹൂവർ ഇറ്റ് ഇസ്, അവർ പാരലലി ഓരോ സാധനം റവന്യൂ കൂടുന്നതിനനുസരിച്ച് ഇൻഹൗസിൽ ഓരോ ആൾക്കാരെ ആഡ് ചെയ്ത് തുടങ്ങുക. അത് വിചാരിച്ചിട്ട് ഏജൻസീനെ ഒഴിവാക്കണമെന്നല്ല. ഏജൻസി അടുത്ത ലെവലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ യൂസ് ദാറ്റ് ഏജൻസി. കാരണം ഏജൻസിന് പല വർക്കിലും വീണ്ടും ആവശ്യമുണ്ടാവും. ഇതായിരിക്കില്ല ഒരു ഐഡിയൽ സെനാരിയോ. ഇപ്പം എത്ര കൊല്ലം ഏജൻസിനെ യൂസ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? എത്ര കൊല്ലം യൂസ് ചെയ്യാം? ഇൻറ്റേർണൽ ടീമിനെ എപ്പം ബിൽഡ് ചെയ്ത് തുടങ്ങണം? ഷുഡ് ഇറ്റ് ഫ്രീ ഫ്രം day one ഓർ ഏത്? അത് ഞാൻ മൊത്തം പറഞ്ഞു വരുന്നത്, ഒരു ഏജൻസീനെ കമ്പനീൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കണം. ഇപ്പം നീ ഇതുവരെ പറഞ്ഞ സാധനങ്ങൾ അല്ല, അതായത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഒരു ബിസിനസ്സിന് 7 ഫംഗ്ഷൻ ഉണ്ട്. ബേസിക് ഫംഗ്ഷനാണ് അക്കൗണ്ട്സ്, വെരി ബേസിക് ഫംഗ്ഷനാണ്. day one മുതൽ നമ്മൾ പുറത്തൊരു ഏജൻസിക്ക് നമ്മളൊരു അക്കൗണ്ട്സ് ടീം ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ CNAയും അങ്ങനെ വെക്കുക. മാർക്കറ്റിങ്ങും ബേസിക് ഫംഗ്ഷനാണ്. നോർമലി കമ്പനി എന്തെങ്കിലുമൊക്കെ മാർക്കറ്റിംഗ് ഒഴിവാക്കാണ്. കറക്റ്റ് അല്ല, മണ്ടത്തരാണ്. ബിസിനസ്സിലുള്ള ബേസിക് ഫംഗ്ഷനാണ് മാർക്കറ്റിംഗ് ഫംഗ്ഷൻ, സെയിൽസ് ഫംഗ്ഷൻ, HR, അക്കൗണ്ട്സ്, ഓപ്പറേഷണൽ, R&D, ലേണിംഗ്, ഇതൊക്കെ ബേസിക് ഫംഗ്ഷനാണ്. അപ്പം ഇതിൽ മാർക്കറ്റിങ്ങും ഒരു ബേസിക് ഫംഗ്ഷനാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ മാർക്കറ്റിംഗ്, ഞാൻ അടുത്ത 6 മാസം മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല എന്ന് പറയലില്ല, റൈറ്റ്? മാർക്കറ്റിംഗ് ഇസ് ഓൾവേസ് അത് കോമ്പൗണ്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. എത്ര കാലം നിങ്ങൾ ചെയ്തോ അത്ര കാലം ഇറ്റ്സ് ബെറ്റർ, ആൾക്കാരെ ഇതിലുണ്ടാവും. അപ്പം നിങ്ങൾ day one മുതൽ നിങ്ങളൊരു ലാർജ് എൻ്റർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ഡ്രീം ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ നിങ്ങളിൽ ഉണ്ടാണ്. ഇപ്പം നാളെ ഞാൻ ഒരു സ്ഥലത്ത് സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അക്കൗണ്ട്സും HR-ഉം തുടങ്ങിയിട്ടേ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതെൻ്റെ നോളജിൽ നിന്ന് വരുന്നതാണ്. ഫസ്റ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അക്കൗണ്ട്സിനെ ചെയ്യൂല, HR അതിപ്പോൾ ഞാൻ തന്നെ ചെയ്തുകൂടാ, എന്തിന് HR എന്ന് വിചാരിക്കും. പക്ഷേ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ പ്രോപ്പർ ആയിരിക്കും. കറക്റ്റ്. കാരണം ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ഈ കൺസൾട്ട്, ഞാൻ പറഞ്ഞു മെൻഡേഴ്സ് കോച്ചസിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇവർക്ക് ഡാറ്റ ഇല്ലെങ്കിൽ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റൂല. ഇവർ ആദ്യം ചോദിക്കുക നിങ്ങളെ ഡാറ്റ താന്നുള്ളതാണ്. അപ്പം എൻ്റെ ഒരു ഗുണം, എനിക്ക് CRM ഉണ്ട്. അപ്പോൾ എൻ്റെ ക്ലയൻറ്റിൻ്റെ ലാസ്റ്റ് 1 ഇയറിൻ്റെ എത്ര %, ഇൻബൗണ്ട് എത്ര %, ആഡ്സ് എത്ര, എല്ലാ കാര്യങ്ങളും ഈ ഡാറ്റ ഉണ്ട്. സോഹോ പ്രൊജക്ട്സ് എടുത്തു കഴിഞ്ഞാൽ പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ മൊത്തം ഉണ്ട്. ഇത് കൺസൾട്ടൻസ് കഴിഞ്ഞാൽ അവർ ഇവിടെയാണ് നിങ്ങളെ ലീക്കേജ്, ഇതാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത്. കറക്റ്റ് ഡാറ്റ നോക്കിയിട്ട് പറഞ്ഞുതരാൻ പറ്റുന്ന ആൾക്കാരാണല്ലോ ഈ കൺസൾട്ടൻസും കോച്ചസ്. കറക്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഡാറ്റ ഇല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് day one മുതൽ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്കറ്റിംഗ് ടീം ഉണ്ടാവണം. ആൻഡ് ഗിവ് ദാറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ബിൽഡിംഗ് ഫ്രം day one even if you use an agency. Yes. അവരുടെ ഗോളാണ്
നിങ്ങളുടെ കമ്പനി ഗോള്. അവരിത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അവരെ ഫ്രീഡം. അവർക്കാണെങ്കിൽ ഇന്റേണലി ടീമിനെ ഉണ്ടാക്കാം, അല്ലെ ഏജൻസീനെ ചെയ്യാം. അപ്പം നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു ഇന്റേണൽ മാർക്കറ്റിംഗ് ടീമിന് ഭയങ്കരമായിട്ട് ആൾക്കാരെ ഹയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചിലപ്പം ഒരുപാട് ഒരു 4 ക്ലയൻസിന് 5 ക്ലയൻസിന് ഒരാൾക്ക് കൊടുക്കുമ്പോഴേക്ക് നമുക്ക് കുറച്ചും കൂടി ഹയർ സാലറി അഫോർഡബിൾ ആണ്. സോ അങ്ങനെയുള്ളവരെ, അതായത് ആ വാല്യൂ അഡീഷൻ ഉണ്ടെങ്കിലേ ഒരു ഏജൻസിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുന്നതിൽ കാര്യമുള്ളൂ. കറക്റ്റ്. എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്ന അതേ സംഭവം ഏജൻസിയിൽ ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ വാല്യൂ അഡീഷൻ. അപ്പം ഈ ക്ലാരിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്റേണൽ ടീമിനെ എങ്ങനെ ഉണ്ടാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഹാരിസിനെ ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിനിലും യൂട്യൂബിലും എവിടെയൊക്കെ ഉണ്ടോ അവനെ ഫോളോ ചെയ്താൽ മതി, അവൻ എങ്ങനെ ബിൽഡ് ചെയ്ത് നോക്കിയാൽ മതി. എൻ്റെ അടുത്ത് ഒരുപാട് ഇപ്പം കഴിഞ്ഞ ഒരു 2-3 വീക്സ് മുമ്പ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത് അങ്ങനത്തെ ഒരു കൺസൾട്ടൻസി ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്കെയിൽ ചെയ്തിട്ട് നിന്നെ നോക്കി പഠിച്ചാൽ മതി. ഹൗ ഡിഡ് യു ബിൽഡ് ദാറ്റ് കൾച്ചർ, എന്തൊക്കെയാണ് ഹാരിസ് ആൻഡ് കോ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ആ ഒരൊറ്റ സാധനം നോക്കിയാൽ മതി, ഹൗ ടു ബിൽഡ് എ ടീം. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മലമറിക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 10 ദിവസം കൊണ്ട് നിങ്ങളെ ഞങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ എക്സ്പേർട്ട് ആക്കി തരാം. 15 മിനിറ്റ് എല്ലാ ദിവസവും മുടക്കിയാൽ 10ാമത്തെ ദിവസം നിങ്ങൾക്കൊരു ലൈവ് ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കാം. 1.5 മണിക്കൂറിൻ്റെ സെഷനിൽ നമ്മൾ എക്സാക്ട്ലി എങ്ങനെ ഏജൻസി 0 to 1 എത്തിക്കാം, 1 to 10 എങ്ങനെ എത്തിക്കാം, പിന്നെ ഓൺവേർഡ്സ് ആൻഡ് അപ്വേർഡ്സ്. ഇനി അടുത്ത 100 കോടി ഇല്ലേ, 100 കോടി എത്തി. ഇനിയിപ്പോൾ 200 കോടി കാണാം അടുത്തല്ലോ. ഞങ്ങൾ പിന്നെ ഞങ്ങളിങ്ങനെ ഗോള് ഇപ്പം എൻ്റെ ക്യാബിനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മിറർ ഉണ്ട്. വിഷൻ ബോർഡാ അല്ല, വൈഫ് ഗിഫ്റ്റ് ചെയ്തതാണ്. ദിസ് മാൻ ബിൽഡ് എ 100 crore കമ്പനി എന്നുള്ള രീതിയിൽ. അപ്പം അത് വാല്യുവേഷനിലല്ല, നമ്മളെ റവന്യൂവിൽ മന്ത്ലി ഒരു 8 to 10 CR എത്താന്നുള്ളതാണ് നമ്മളെ ഗോള്. അപ്പം ഞാൻ എപ്പോഴും അവിടെ ക്യാബിൽ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ദിസ് മാൻ ബിൽഡ് 100 crore കമ്പനിയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ആവണം എന്നുള്ള രീതിയിലാവും. അപ്പോൾ അത് തന്നെയാണ് നമ്മളെ ഗോള്. അപ്പോൾ അതിലേക്കുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. വി ഹാവ് എൻ അമേസിങ് ടീം പുട്ടിങ് ദെയർ. അത് അറ്റ് ദി എൻഡ് ഓഫ് ദ ടീം തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത്. അപ്പം ഐ എം ഷുവർ ഇൻ ദ നെക്സ്റ്റ് 2-3 years I just want to be a part of that. You are always a part of that. Thank you for coming again. ഇന്നത്തെ ഈ എപ്പിസോഡിന് ശേഷം എന്നാലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടായേക്കാം. ഈ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ടീമായിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ ഈ ഗസ്റ്റുമായിട്ട് നിങ്ങൾക്ക് ഒരു പെയ്ഡ് 1-on-1 കൺസൾട്ടേഷൻ വേണമെങ്കിൽ അതും ഈ ലിങ്കിൽ അവൈലബിൾ ആയിരിക്കും. സോ അവിടെ പോവുക, സാധനം ചെക്ക് ചെയ്യുക, ആൻഡ് ഡു വാട്ട് ഈസ് നീഡഡ്. Until we meet again.